ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ സ്റ്റാർട്ടായോ? ഓക്കെ, റെഡി ആയില്ലേ? ഓക്കെ ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മളുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ലൈവാണ്. SGOയുടെ ബിസിനസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ ലാസ്റ്റ് കുറച്ച് സാധനങ്ങളുണ്ട്.
അതിൽ നിന്ന് റാൻഡംലി പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ച് എസ്എ ടൈപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ, ഇപ്പൊ എസ്എ ടൈപ്പ് ആണ് 3 പേജിൽ എഴുതണം, സാർ എന്താ 3 പേജ് ഉത്തരം തരാണ്ട് ചോദിക്കരുത്. ഓക്കെ, നമ്മൾ വളരെ പ്രിസൈസ്ഡ് ആയിട്ട് അതിൽ വേണ്ട കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അതിനു മുന്നേ ഒരു കാര്യം പറയാം. പഠിച്ചു തുടങ്ങിയവരായിരിക്കും നമ്മൾ അധികപക്ഷം പേരും, പഠിച്ചു തുടങ്ങിയവരായിരിക്കും. പഠിച്ചു തുടങ്ങാത്തവരായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഒരു സുവർണ അവസരം മുന്നോട്ട് വെക്കുകയാണ്. ഒരു ടെൻഷനും വേണ്ട, നമ്മളുടെ ക്രാഷ് കോഴ്സ് ഇപ്പൊ ലൈവ് ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്ത് വിത്തിൻ 13 days നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയായി എക്സാം എഴുതി സൂപ്പറായി തിരിച്ചു വരാൻ പറ്റും. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യോളജി, BCOM, BA ഹിസ്റ്ററി, MA മലയാളം, MA ഇംഗ്ലീഷിന്റെ ഒക്കെ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡോണ്ട് ഹെസിറ്റേറ്റ്. നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ നിങ്ങളൊക്കെ ലൈവ് അല്ലേ? ലൈവ് ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് മെസ്സേജ് എന്തെങ്കിലും തരൂ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇമോജി കമന്റ് ചെയ്യൂ, നോക്കട്ടെ, അതിനനുസരിച്ച് എനിക്ക് എന്റെ ക്ലാസ്സുകളിൽ മാറ്റം വരുത്താലോ. സോ നമുക്ക് നമ്മളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏകദേശം ഒരു 11 ക്വസ്റ്റ്യനോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഗ്രിമെന്റ് ആൻഡ് കോൺട്രാക്ട്. കോൺട്രാക്റ്റും എഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കേൾക്കുമ്പോൾ ഒരേപോലെ ഉണ്ട് അല്ലെ? കോൺട്രാക്റ്റും എഗ്രിമെന്റും ഒരേപോലെ ഉണ്ട്. എന്നാൽ മനസ്സിലാക്കുക, എഗ്രിമെന്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് എന്നുള്ളത് ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ്. ഓക്കെ, ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ് എന്ത്? എഗ്രിമെന്റ് എന്നുള്ളത്. ഇതിന്റെ കൂടെ ലോഫുൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ ലീഗൽ വാലിഡേഷൻ വരുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? കോൺട്രാക്ട് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? എഗ്രിമെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്താണ്, ഞാൻ നിങ്ങൾക്കൊരു ബൈക്ക് വിൽക്കാമെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളൊരു ഓഫർ വെച്ച് ഇത്ര രൂപയ്ക്ക്, ഒരു 20,000 രൂപയ്ക്ക് ഞാൻ എന്റെ ബൈക്ക് നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നു. ഓക്കെ, അത് നിങ്ങൾക്കത് വേണമെങ്കിൽ വാങ്ങാം, വേണ്ടെങ്കിൽ വാങ്ങണ്ട, നിങ്ങളുടെ ഇഷ്ടമാണ്. വാങ്ങണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് ആ ബൈക്ക് വേണ്ട. ഓക്കെ, എനിക്ക് ആ ബൈക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നിങ്ങൾ ഓഫർ റിജക്ട് ചെയ്തു. അതേസമയം ഓക്കെ, ഇത് നല്ല ഓഫറാണ്, ഇത് ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കുന്നത്, എന്റെ ഓഫർ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് എഗ്രിമെന്റ് എന്ന് പറയാം. പക്ഷെ നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു? ഈ ബൈക്ക് ഞങ്ങൾക്ക് വേണ്ട, ഈ ഓഫർ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ശരിയാവില്ല, ഇത് ശരിയല്ല എന്ന് തോന്നുന്നു പറഞ്ഞു. എനിക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണ്, നിങ്ങളത് മാറ്റി പറഞ്ഞു, എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്ന് എനിക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? എന്റെ കയ്യിൽ പ്രൂഫ് ഇല്ല. വെറും വാക്കാലെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവിടെ ഉള്ളേ. ഓക്കെ, വെറും വാക്കാലെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എന്താ, എനിക്ക് കോടതിയിൽ പോയിട്ട് നിയമപരമായി പോരാടിയിട്ട് ഒരു സാധുത നേടിയെടുക്കാൻ സാധിക്കില്ല. അതേസമയം എന്ത് ചെയ്യുന്നു? നിങ്ങൾ പറഞ്ഞു ഞാൻ 20,000 രൂപയ്ക്ക് എന്റെ ബൈക്ക് തരാം, നിങ്ങൾ ആ ബൈക്ക് 20,000 രൂപയ്ക്ക് വാങ്ങാമെന്ന് സമ്മതിക്കുന്നു. നമ്മളൊരു എഗ്രിമെന്റ് എഴുതുന്നു, ഇന്ന ദിവസം ഈ വണ്ടി വിൽക്കാം എന്നൊരു എഗ്രിമെന്റ് എഴുതുന്നു. ഓക്കെ, അങ്ങനെ എഗ്രിമെന്റ് എഴുതിയിട്ട് നിങ്ങൾ പിന്നെ എന്റെ അടുത്ത് ഒന്ന് പറയാണ്, പറ്റില്ല, എനിക്ക് ഈ ഓഫർ വേണ്ട അല്ലെങ്കിൽ ഈ ഇത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് കോടതിയിൽ പോകാൻ പറ്റും. എനിക്ക് കോടതിയുടെ സമക്ഷം ചെന്നിട്ട് എനിക്ക് കേസ് വാദിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നഷ്ടപരിഹാരം വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ഡിഫറൻസ്. ഒന്ന് എന്ന് പറഞ്ഞാല് ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ്. ദെൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താ? ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് പ്ലസ് ലോഫുൾ കൺസിഡറേഷൻ, അല്ലെങ്കിൽ ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, അതും വേണം, സംതിങ് ഇൻ റിട്ടേൺ വേണം. ദെൻ ലീഗൽ എൻഫോഴ്സിബിലിറ്റി. ഇത്രയും സാധനങ്ങളാണ് എന്തിനു വേണ്ടത്? ഒരു കോൺട്രാക്റ്റിൽ വേണ്ടത്. ഇനി നമുക്ക് നോക്കാം. എൻ എഗ്രിമെന്റ് ഇൻഫോർമൽ ആണ് അല്ലെ? നമ്മൾ രണ്ടുപേര് സംസാരിക്കുന്ന സാധനമാണ്. എങ്ങനെയാണ് ഇത് ഫോർമൽ ആവുക? ഇൻഫോർമൽ ആണ്. ഇറ്റ് ക്യാൻ ബി വെർബൽ ഓർ റിട്ടേൺ. അത് വേണമെങ്കിൽ വാക്കാലെ ആവാം, അല്ലെങ്കിൽ എഴുത്ത് രൂപത്തിലാവാം, എഴുതാം, കുഴപ്പമില്ല. ആൻഡ് ഓഫൺ ലെസ് ഇൻഫോർമേഷൻ ലെസ് ഫോർമൽ ഇൻ നേച്ചർ. എന്താണ്? ലെസ് ഫോർമൽ ആണ്, ഫോർമൽ അല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ലീഗൽ എൻഫോഴ്സ് എന്താ? നോ ലീഗൽ എൻഫോഴ്സ് ആണ്. വൈൽ ആൻ എഗ്രിമെന്റ് മേ ബി ലീഗലി ബൈൻഡിങ്.
is often lack of specific elements required for legal enforceability of contract. അതാ നമ്മൾ ഈ എഗ്രി ചെയ്ത സമയത്ത് അതിന് ലീഗലി ബൈൻഡിങ് ആണ്, നമ്മൾ അംഗീകരിച്ച സാധനമാണ്, ലീഗലി ബൈൻഡിങ് ആണ്. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങൾ, നിയമത്തിന്റെ സാധുത ലഭിക്കാനുള്ള കുറച്ച് കാര്യങ്ങളില്ല. Okay, something gonna happen. എടാ മുർസലേ, സ്ക്രീൻ വരുന്നില്ല. What is just a second students, ഞാൻ ഡിസ്കണക്ട് ചെയ്ത് കണക്ട് ചെയ്തോട്ടെ. ഓക്കെ, നമ്മുടെ പ്രശ്നം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എന്ത് എഗ്രിമെന്റിന്റെ ഒരു കേസ് പറഞ്ഞത്. ദെൻ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്, ഫോക്കസ് ഓൺ എ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി റിലേഷൻഷിപ്പ് ഓർ ട്രാൻസാക്ഷൻ. അതിന്റെ ഒരു ജനറൽ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, മൊത്തമായിട്ട് പ്രിസൈസ്ഡ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, എഗ്രിമെന്റിൽ അങ്ങനെയാണ്, അങ്ങനെ പ്രിസൈസ്ഡ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ദെൻ കോൺട്രാക്ടിന്റെ കേസ് നോക്കണല്ലോ, ഫോർമൽ ആണ്. ഓക്കെ, ടിപ്പിക്കലി റിട്ടേൺ ഡോക്യുമെന്റ്, സാധാരണഗതിയിൽ അത് റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ടാണ് വേണ്ടേ, എഴുതിയ രീതിയിലാണ് വേണ്ടത്. എഴുത്തിനാണ് എപ്പോഴും വാല്യൂ ഉള്ളത്. ഓക്കെ, നമ്മൾ പറയുന്ന ഒരു വാല്യൂ ഇല്ല എന്നല്ല, പക്ഷെ നിങ്ങൾ നിയമസമക്ഷത്തിൽ പോകുന്ന സമയത്ത് ഈ റിട്ടേൺ ഡോക്യുമെന്റിന്റെ വാല്യൂ വേറെ തന്നെയാണ്. ഓക്കെ, സോ കോൺട്രാക്ട് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോമിലായിരിക്കും. ദെൻ സ്പെസിഫിക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് കൺസിഡറേഷൻ എന്താ, സംതിങ് ഇൻ റിട്ടേൺ, പകരമായിട്ട് എന്തെങ്കിലും. അതാ പറയുന്നത്. നമ്മുടെ കോൺട്രാക്ട് പറയുന്നത് എന്താ, ഒരു കോൺട്രാക്റ്റിലേക്ക് ആവണമെങ്കിൽ എന്തെങ്കിലും ഒരു തിരിച്ചു കിട്ടണം. ഓക്കെ, എന്തെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടണം. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തിരിച്ചു കിട്ടണം, കൺസിഡറേഷൻ കിട്ടണം. ഓക്കെ, അങ്ങനെ കൺസിഡറേഷൻ കിട്ടാത്ത കേസുകൾ ഉണ്ട് കേട്ടോ. അതിന് പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് ഫാമിലി മെമ്പേഴ്സ്, ക്ലോസ് റിലേറ്റീവ്സിനൊക്കെ അങ്ങനെ കൺസിഡറേഷൻ ഇല്ലാതെ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുള്ളൂ. എല്ലാത്ത കേസിലൊക്കെ കൺസിഡറേഷൻ വേണം. എന്ന് വെച്ചാൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ മൂല്യം, ഓക്കെ, ഈ വണ്ടിയുടെ മൂല്യം ഇപ്പൊ 20,000 ആണെങ്കിൽ ആ 20,000 കിട്ടണമെന്നില്ല. കൺസിഡറേഷൻ അങ്ങനെയില്ല. കൺസിഡറേഷൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. അതിന് ഒരു 5,000 രൂപ കിട്ടിയാലും ഇറ്റ്സ് എ കൺസിഡറേഷൻ. ഓക്കെ, അപ്പൊ മൂല്യവും കൺസിഡറേഷൻ തമ്മിൽ വലിയ റിലേഷൻ ഇല്ല. സംതിങ് ഇൻ റിട്ടേൺ ആണ് എന്ത് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലീഗൽ ബൈൻഡിങ്. എന്താണ് എഗ്രിമെന്റിൽ കോൺട്രാക്ട് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ എഗ്രിമെന്റ്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ലീഗലി എൻഫോഴ്സിബിൾ ആണ്. നമുക്ക് ഇപ്പം ഓക്കെ, നിങ്ങൾ അത് വീഴ്ച വരുത്തിയാൽ കോടതിയുടെ സഹായത്തോടെ എനിക്കത് എന്താണ് നിലവിൽ വരുത്താൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ദെൻ മീനിങ് എ കോർട്ട് ക്യാൻ കമ്പൽ ദ പാർട്ടീസ് ടു ഫുൾഫിൽ ദെയർ ഒബ്ലിഗേഷൻ. ഒരു കോർട്ടിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ടീസിനെ കമ്പൽ ചെയ്യാം, ഈ സാധനം സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് കമ്പൽ ചെയ്യാനുള്ള അവകാശമുണ്ട്, കോർട്ടിന് സാധിക്കും. ദെൻ ഡീറ്റെയിൽഡ് ടേംസ്. എന്താ ഡീറ്റെയിൽഡ് ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഔട്ട്ലൈൻ സ്പെസിഫിക് റൈറ്റ്, ഒബ്ലിഗേഷൻ ആൻഡ് റെമഡീസ് ഇൻ കേസ് ഓഫ് ബ്രീച്ച്. എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ, ഓക്കെ, എന്തെങ്കിലും ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്താണ് ചെയ്യേണ്ടത്, അതിന് നഷ്ടപരിഹാരം എന്ത് കിട്ടണം, ഇനിയിപ്പം വേറെ നമുക്ക് അങ്ങനെ വാല്യൂ കണക്കാക്കാൻ പറ്റാത്ത നഷ്ടങ്ങളാണെങ്കിൽ അതിന് മറ്റെന്ത് കോമ്പൻസേഷൻ ആണുള്ളത്, അങ്ങനെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ത് കോൺട്രാക്റ്റിൽ. എന്നാൽ അഗ്രിമെന്റിൽ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇൻ എസൻസ് കോൺട്രാക്ട് ഈസ് മോർ ഫോർമലൈസ്ഡ് ആൻഡ് ലീഗലി ബൈൻഡിങ് വേർഷൻ ഓഫ് എൻ എഗ്രിമെന്റ്. എഗ്രിമെന്റിന്റെ മച്ച് ഫോർമലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മച്ച് ലീഗൽ ബൈൻഡിങ് ഉള്ള ഒരു വേർഷൻ ആണ് എന്ത് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. While all contracts are agreement, not all agreements are contract. Okay, എല്ലാ അഗ്രിമെന്റും കോൺട്രാക്ട് ആണ്, എന്നാൽ എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് അല്ല എന്ന് പറയാം. എങ്ങനെയാ? ഇപ്പോൾ ജസ്റ്റ് അസ്യൂം ദാറ്റ് നമുക്കൊരു കള്ളക്കടത്താണ്. കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ എന്താ, നമ്മള് ഇപ്പൊ സ്വർണ്ണം ആയിക്കോട്ടെ, സ്വർണ്ണം നമ്മുടെ നാട്ടിൽ റയർ ആയിട്ട് ഇങ്ങനെ കരിപ്പൂർ വഴിയൊക്കെ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. സ്വർണം കള്ളക്കടത്താണ്. ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി നമ്മൾ രണ്ടുപേര് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണുന്ന നിങ്ങളും ഞാനും തമ്മിൽ ഇതാക്കി. നിങ്ങൾ എന്ത് പറഞ്ഞു,
സാധനം ഇങ്ങോട്ട് കരിപ്പൂരേക്ക് എത്തിച്ചു തരാം, ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങളെ ആക്കണം. ഓക്കെ, എന്നാ കണ്ടീഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അതിന് പകരമായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു 2 ലക്ഷം രൂപ, കിലോന് 2 ലക്ഷം രൂപ തരണം, അങ്ങനെ എന്തെങ്കിലും ഒരു ടേംസ്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു അഗ്രിമെന്റ് ആണ്. ഇവിടെ ഓഫറും ഉണ്ട്, ആക്സെപ്റ്റൻസും നടന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ കൺസിഡറേഷൻ സംതിങ് റിട്ടേൺ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെന്താ അല്ല, ഇതൊരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് അല്ല. ഇത് ജസ്റ്റ് ഒരു എഗ്രിമെന്റ് ആണ്, ഇതൊരു കോൺട്രാക്ട് അല്ല. ഈ കോൺട്രാക്ട് ആണെങ്കിൽ എന്തായിരിക്കണം? ഇത് നിയമസാധുതയുള്ള സാധനമായിരിക്കണം. ഓക്കെ, ഇത് ലീഗലി കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ്സ് എ കോൺട്രാക്ട്. അല്ല, ഇത് ഇല്ലീഗൽ ആയതുകൊണ്ട് അതൊരു കോൺട്രാക്ട് അല്ല. അപ്പൊ എന്താ? നിയമത്തിന്റെ സാധുത വേണം. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്. നിയമത്തിന്റെ സാധ്യത ഉണ്ട്, എന്നാൽ എല്ലാം എഗ്രിമെന്റ് ആണ്. എന്നാൽ എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെന്റ് ആണ്, എന്നാൽ എല്ലാ എഗ്രിമെന്റും കോൺട്രാക്ട് അല്ല എന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ട്. എന്താ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി? കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ഉണ്ട്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഉണ്ട്. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം നികത്താനുള്ള ആ ഒരു സഹായം മാത്രമേ ഇൻഷുറൻസ് കമ്പനി തരുള്ളൂ. ഇൻഷുറൻസ് എന്ന് പറയാം, ഇൻഷുറൻസിന്റെ ജനറൽ കേസ് ആയിട്ട് പറയാം കേട്ടോ. ഒരു കോൺട്രാക്ട് ആണ്. എന്താണ്? നിങ്ങൾക്കിപ്പോ നിങ്ങളൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ്സിന് ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കുകയാണെങ്കിൽ ഇത് കത്തി നശിച്ചു കഴിഞ്ഞാൽ എന്തായി, ഭയങ്കര ലോസ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്യാം, ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ഇൻഷുറൻസ് എടുക്കാം. നിങ്ങൾ പോയി ഇൻഷുറൻസ് എടുക്കുന്നു, ഫയർ ഇൻഷുറൻസ് എടുക്കുന്നു. കമ്പനി എന്ത് ചെയ്തു? കത്തി നശിച്ചുപോയി, കത്തിപ്പോയി, ഷോർട്ട് സർക്യൂട്ട് കാരണം ഒക്കെ കമ്പനി കത്തിപ്പോയി. നിങ്ങൾക്കുണ്ടായ നഷ്ടം ആര് വഹിക്കണ്ട? നിങ്ങൾ വഹിക്കണ്ട. ഇൻഷുറൻസ് കമ്പനി, ഇപ്പൊ ഞാനാണ് ഇൻഷുറൻസ് കമ്പനിയെങ്കിൽ ഞാൻ വഹിച്ചു തരും. അതിനെ എന്താണ്? കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയാം. അതിനെ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയാം. എന്നാൽ ഇത് ഇപ്പം ഇവിടെ കേസ് നോക്ക്, കത്താം കത്താതിരിക്കാം സാധ്യതകളാണ് അല്ലെ, കത്താം കത്താതിരിക്കാം എന്നുള്ള സാധ്യതകളാണ്. എന്നാൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ എന്താ? സുനിശ്ചിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം അങ്ങനെയല്ല മൊത്തം സുനിശ്ചിതമായി എന്ന് ഏകകണ്ഠമായിട്ട് പറയാൻ സാധിക്കില്ല. ജസ്റ്റ് എക്സാമ്പിൾ പറയാം, ലൈഫ് ഇൻഷുറൻസ് ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. എന്താണ്? നടക്കുന്നത് സുനിശ്ചിതമാണ് അല്ലെ. മരണം സംഭവിക്കുന്നത് സുനിശ്ചിതമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്ക് ഇത്ര രൂപ തരാം, അല്ലെങ്കിൽ ഇത്ര പീരീഡ് കഴിഞ്ഞിട്ട് ഇത്ര രൂപ തരാം. ഓക്കെ, ഇതാണ് എന്ത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്, ഒരാൾക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തി തരാൻ ഒരു ഗ്യാരണ്ടി ആയിട്ട് പ്രോമിസ് ചെയ്യാണ്. എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ ലീഗൽ അഗ്രിമെന്റ് വേർ വൺ പേഴ്സൺ, ദി ഗ്യാരണ്ടേറ്റർ, പ്രോമിസ് ടു ദ ലയബിലിറ്റി ഫോർ ദ ഡെപ്റ്റ്സ് ഓർ ഒബ്ലിഗേഷൻ ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരാളുടെ ഡെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ കടമെടുത്താലും എന്താ? ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് സാധനം എടുത്തു കഴിഞ്ഞാലും എനിക്ക് വേണ്ടി ഒരാൾ നിൽക്കുകയാണെങ്കിൽ അതെന്താ? അത് ഗ്യാരണ്ടിയാണ്. ആ പേഴ്സൺ ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുക. എന്താ പറയുന്നത്? ഞാനിപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, എനിക്ക് അടക്കാൻ പറ്റിയില്ല. ഞാൻ എന്റെ ചേട്ടൻ എന്തായിട്ട് വെച്ചിട്ടുണ്ട്? നോമിനിയായിട്ട് ഗ്യാരണ്ടേറ്റർ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ചേട്ടൻ അടയ്ക്കും. ഓക്കെ, എന്റെ ചേട്ടൻ അടയ്ക്കും. ഓക്കെ, അതാണ് എന്ത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അപ്പം ഇവിടെ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്, ദെൻ നമ്മളുടെ ഗ്യാരണ്ടേറ്റർ ഉണ്ട്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാ? ഞാനല്ലേ കടമെടുത്തേ, ഞാനാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. നിങ്ങളുടെ കയ്യിൽ നിന്നാണ് കടം വാങ്ങിയത്, നിങ്ങൾ ക്രെഡിറ്റർ അല്ലേ. ദെൻ ഗ്യാരണ്ടേറ്റർ ആരാ? എന്റെ ചേട്ടൻ. അത്രേ ഉള്ളൂ. ആ 3 പേരെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് ഇവിടുത്തെ 3 പാർട്ടീസ് ഉണ്ട്? പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ, ഗ്യാരണ്ടേറ്റർ. ദ പേഴ്സൺ ഹു ഓസ് ദ പ്രൈമറി ഡെപ്റ്റ്. ആരാണ് പ്രൈമറി ഡെപ്റ്റ് ഓൺ ചെയ്യുന്നത്? ഞാനാണ് അല്ലേ. പ്രൈമറി ഡെപ്റ്റ് എനിക്കാണ്, ഞാനാണ് കടമെടുത്തത്, തിരിച്ചടയ്ക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞാനാണ് പ്രൈമറി ഡെപ്റ്റർ അല്ലെ. ദെൻ ക്രെഡിറ്റർ എന്ന് പറയുമ്പോൾ ആരുടെ കയ്യിൽ നിന്നാണോ ഞാൻ ക്യാഷ് എടുത്തത്, അല്ലെങ്കിൽ ആർക്കാണോ ക്യാഷ് കൊടുക്കേണ്ടത്, ദ പേഴ്സൺ ടു ഹൂം ദ ഡെപ്റ്റ് ഈസ് ഓഡ്. ആർക്കാണ് ഈ ഡെപ്റ്റ് കൊടുത്ത് തീർക്കേണ്ടത്? അതായത് നിങ്ങൾക്കാണ് അല്ലെ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കടമായിട്ട് എടുത്തത്, അപ്പൊ നിങ്ങൾക്കാണ് ഞാൻ ഡെപ്റ്റ് എടുക്കുന്നത്. സോ നിങ്ങൾ എന്താ? ക്രെഡിറ്റർ ആണ്. ദെൻ ഗ്യാരണ്ടേറ്റർ എന്ന് പറയുന്ന ആരാ? ദ പേഴ്സൺ ഹു പ്രോമിസ് ടു പേ ദ ഡെപ്റ്റ്. ആ ഡെപ്റ്റ് നികത്തി തരാം എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പം ആരാണ്? എന്റെ ചേട്ടനാണ്. എന്ത്? ഗ്യാരണ്ടേറ്റർ എന്ന് പറയുന്നത്. സോ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫീച്ചേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതെന്താ പറയുന്നത്? ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്ര പോരാ, ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫീച്ചേഴ്സിലേക്ക് വരുന്ന സമയത്ത് 3 പാർട്ടീസ് എന്ന് എഴുതിയിട്ട് ഈ 3 പേര് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം.
എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ജസ്റ്റ് ഒരു വരി മാത്രമല്ല, നിങ്ങൾക്കുണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ എലാബറേറ്റ് ചെയ്യാം. ദെൻ ഇനിയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലയബിലിറ്റി. നിങ്ങൾ ക്രെഡിറ്റർ ആണ്, നിങ്ങൾക്ക് ബാധ്യതയുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് പണം കിട്ടാന്ന് നിങ്ങൾക്ക് ബാധ്യതയല്ല ഉള്ളത് അല്ലെ? അതേസമയം എനിക്ക് എന്താണ് ബാധ്യതയുള്ളത്? എന്റെ ചേട്ടനോ? ചേട്ടനും ബാധ്യതയുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പണം തരാനുള്ള ബാധ്യത ഞങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. അപ്പം പ്രൈമറി ലയബിലിറ്റി ആർക്കാ? പ്രൈമറി ഡെപ്റ്റ് എടുത്ത ആൾക്കാണ്. പ്രൈമറി ഡെപ്റ്റ് ഞാൻ എടുത്തേ, അപ്പൊ എനിക്കാണ് പ്രൈമറി ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ബാധ്യത ആദ്യം ഏറ്റവും കൂടുതൽ അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ അതില് മുൻതൂക്കമുള്ളത് എനിക്കാണ്. ഈ ബാധ്യത അടച്ചു തീർക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, എന്നെ കൊണ്ട് അടയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എന്റെ ചേട്ടന് എന്തുണ്ടാവുള്ളൂ? ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ കാണുന്നത് പ്രൈമറി ലയബിലിറ്റി, മീനിങ് ദേ ആർ പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ ദി പേയിങ് ഡെപ്റ്റ്. ഡെപ്റ്റ് അടച്ചു തീർക്കാനുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനാണ്. സോറി, അദ്ദേഹത്തിനല്ല, എനിക്കാണ്. ദെൻ ഗ്യാരണ്ടർ എന്ന് പറയുമ്പോൾ സെക്കൻഡറി ലയബിലിറ്റി ആണ്. ദേ ഓൺലി ബിക്കേം ലയബിൾ ഇഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റ് ഫെയിൽ ടു പേ. ഞാൻ അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം എന്റെ ചേട്ടൻ അടച്ചാൽ മതി. അപ്പൊ സെക്കൻഡറി ലയബിലിറ്റി ആണ് ചേട്ടൻ, അല്ലെ? ദെൻ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇപ്പൊ നോക്കുക, എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താ? ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്, ദെൻ കൺസിഡറേഷൻ വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? കോൺട്രാക്റ്റിൽ കൺസിഡറേഷൻ ഒക്കെ വേണം, സംതിങ് ഇൻ റിട്ടേൺ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് അതിന്റെ ബെനിഫിറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 1 രൂപയാണെങ്കിൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, എന്റെ ചേട്ടന് ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. എന്റെ ചേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന വ്യക്തിയാണ്, മൂപ്പർക്ക് ലയബിലിറ്റി ആയി. മൂപ്പർക്ക് നിങ്ങൾക്ക് മൂപ്പര് അതായത് ചേട്ടൻ നിങ്ങൾക്ക് ക്യാഷ് ചെയ്ത് തരണം. ഓക്കെ, എഗ്രിമെന്റ് ആണ്. ഈ ചേട്ടനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടോ? അല്ല, കോൺട്രാക്ട് ഉണ്ടായിരിക്കും, എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടോ? ഇല്ലല്ലേ? പക്ഷേ നിയമം പറയുകയാണ്, എനിക്ക് കിട്ടിയ കൺസിഡറേഷൻ തന്നെ മതി അദ്ദേഹത്തിന് ലയബിലിറ്റി ഉണ്ടാവാൻ, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഉൾക്കൊള്ളാൻ അദ്ദേഹം ഉൾക്കൊള്ളണമെങ്കിൽ വേറെ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് തന്ന കൺസിഡറേഷൻ തന്നെ മതി എന്നാ പറയുന്നത്. ഓക്കെ, ദ ക്രെഡിറ്റർ പ്രോമിസ് ടു ലെൻഡ് മണി ഓർ പ്രൊവൈഡ് ഗുഡ്സ് ഓർ സർവീസ് ടു എ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഈസ് ദ കൺസിഡറേഷൻ ഫോർ ദ ഗ്യാരണ്ടേറ്റർസ് പ്രോമിസ്. ഓക്കെ, ഗ്യാരണ്ടേറ്റേഴ്സിന്റെ പ്രോമിസിലുള്ള കൺസിഡറേഷൻ ഇത് തന്നെയാണ് എന്നാ പറയുന്നത്. ദെൻ ഇനി റിട്ടേൺ ഫോം, വൈ നോട്ട് ആൾവേസ് റിക്വയർഡ് ബൈ ദി ലോ. എന്താ നിയമം പറയുന്നത്? അങ്ങനെ എപ്പോഴും നിങ്ങൾ റിട്ടേൺ ഫോമിൽ വേണം എന്നൊന്നും നിയമം നിർബന്ധം പറയുന്നില്ല. ഇറ്റ്സ് ജനറലി advisable to have a written contract of guarantee to provide clear terms of and evidence of the agreement. എഗ്രിമെന്റ് ക്ലിയർ ടേംസും എവിഡൻസും വേണമെങ്കിൽ റിട്ടേൺ ഫോമിലേക്ക് ഉള്ളതാണ് നല്ലത്. നിയമം പറയുന്നില്ല, നിയമം നിർബന്ധം പറയുന്നില്ല, നിങ്ങളുടെ റിട്ടേൺ ഫോമിൽ തന്നെ വേണമെന്ന് പറയുന്നില്ല. പക്ഷേ നിയമം പറയുന്നത് എന്താ? റിട്ടേൺ ഫോമിലാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഓപ്ഷൻ ആണ്. നിയമ സാധ്യത കിട്ടാനൊക്കെ സുഖകരമാണ് എന്ന് പറയുന്നത്. ദെൻ കോ എക്സിസ്റ്റൻസ് ഓഫ് ലയബിലിറ്റി. എന്താ? The guarantor's liability is generally co-extensive with the principal debtor's liability. എന്റെ ലയബിലിറ്റിയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് എന്റെ ചേട്ടന്റെ അതായത് ഗ്യാരണ്ടേറ്ററുടെ ലയബിലിറ്റി ഉള്ളത്. ദിസ് മീൻസ് ദ ഗ്യാരണ്ടേറ്റർ ഈസ് ലയബിൾ ഫോർ ദ സെയിം എമൗണ്ട് ആൻഡ് അണ്ടർ ദി സെയിം ടേംസ് ഓഫ് ദി പ്രിൻസിപ്പൽ ഡെപ്റ്റർ. അപ്പം എന്താ, ഈ ചേട്ടൻ എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് ലയബിൾ ആയിരിക്കണം? ഞാൻ എത്രയാണോ തരാനുള്ളത് അതേ സെയിം റുപ്പീസിന് ലയബിൾ ആയിരിക്കും എന്റെ ചേട്ടൻ. എനിക്ക് ബാധകമായിട്ടുള്ള എല്ലാ നിയമങ്ങളും എല്ലാ കണ്ടീഷൻസും ആർക്കും കൂടി അപ്ലിക്കബിളാ? എന്റെ ചേട്ടനും കൂടി അപ്ലിക്കബിളാ. ഓക്കെ അല്ലേ? അപ്പൊ ചേട്ടൻ വെറുതെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാ. പക്ഷെ എന്താ, ചേട്ടനും ലയബിൾ ആണ്. ഈ തുക അടയ്ക്കാൻ ചേട്ടനും ലയബിൾ ആണ്. ചേട്ടന് കൺസിഡറേഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ കൺസിഡറേഷൻ എനിക്ക് കിട്ടിയ കൺസിഡറേഷൻ മതി എന്റെ ചേട്ടനും. ഓക്കെ, അത് ലീഗലി വാലിഡ് ആണ്. ഓക്കെ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എന്താ, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്? ഞാൻ എത്രയാണോ ബാധ്യതയായിട്ട് എടുത്തുള്ളത് അത്ര രൂപ തന്നെയാണ് എന്റെ ഏട്ടനും അടയ്ക്കേണ്ടത്. സോ എന്റെ ഏട്ടൻ ഗ്യാരണ്ടേറ്റർ ആണ്. ദെൻ എനിക്കുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണോ അതേ കണ്ടീഷൻസ് തന്നെയാണ് എന്റെ ചേട്ടൻ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അത് അത്രയുമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ദെൻ കണ്ടീഷണൽ നേച്ചർ. ദ ഗ്യാരണ്ടേറ്റേഴ്സ് ലയബിലിറ്റി ഈസ് കണ്ടീഷണൽ അപ്പോൺ ദി പ്രിൻസിപ്പൽ ഡെപ്റ്റേഴ്സ് ഡിഫോൾട്ട്. ഇഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഫുൾഫിൽ ദെയർ ഒബ്ലിഗേഷൻ ദ ഗ്യാരണ്ടേറ്റർ ഈസ് നോട്ട് ലയബിൾ. അപ്പം ലയബിലിറ്റി എന്ന് പറയുന്നത് കണ്ടീഷണൽ ആണ്. ഓക്കെ, എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഞാനാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ അല്ലെ? എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? കണ്ടീഷണൽ അല്ല, അത് ഞാൻ നിർബന്ധമായിട്ട് അടയ്ക്കേണ്ട സാധനമാണ്. എന്നാൽ എന്റെ ചേട്ടന്റെ ലയബിലിറ്റി ഇത് കണ്ടീഷണൽ ആണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? ഞാൻ നിർബന്ധമായിട്ട് അടയ്ക്കണം, ഞാൻ അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രമേ എന്റെ ഏട്ടൻ അടച്ചാൽ മതി. ഓക്കെ, ഞാൻ അടയ്ക്കാൻ
തോറ്റുപോയാൽ മാത്രമേ എന്റെ ഏട്ടൻ അടച്ചാൽ മതി. സോ എന്റെ ഏട്ടന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? കണ്ടീഷണൽ ആണ് എന്നാ പറയുന്നത്. ദെൻ റീഇംബേഴ്സ്മെന്റ്. എന്താണ് റീഇംബേഴ്സ്മെന്റ്? ഇഫ് ദ ഗ്യാരണ്ടേഴ്സ് പേ ദ ഡെപ്റ്റ്, they generally have the right to seek reimbursement from the principal debtor. അതായത് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെല്ലാം നമ്മുടെ ഗ്യാരണ്ടേറ്ററിന് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം ജസ്റ്റ് അസ്യൂം ചെയ്യാം, എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, 1 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്, എനിക്ക് ആ ലോൺ നിങ്ങളെ നിന്നാണ് എടുത്തുള്ള, നിങ്ങളൊരു ബാങ്ക് നടത്തുകയാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ലോൺ എടുത്തു, എന്നിട്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷെ എനിക്ക് എന്ത് പറ്റിയില്ല? ലോൺ അടയ്ക്കാൻ സാധിച്ചില്ല. അപ്പം എന്റെ ഗ്യാരണ്ടേറ്റർ എന്റെ ചേട്ടനുണ്ട്. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ബാങ്ക് എനിക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചേട്ടനോട് പൈസ ചോദിച്ചു. ചേട്ടൻ പൈസ അടയ്ക്കാൻ നിർബന്ധിതനായി. ചേട്ടൻ 1 ലക്ഷം രൂപ എന്ത് ചെയ്തു? തിരിച്ച് ബാങ്കിൽ കൊണ്ടടച്ചു. ഓക്കെ, ഇത്രയും ക്ലിയർ. അപ്പൊ നോക്കുമ്പോൾ നിങ്ങളുടെ ലയബിലിറ്റി തീർന്നു, നിങ്ങൾക്ക് ഞാൻ തരാനുള്ള പണം തീർന്നു. ഇനി ബാധ്യത ആര് തമ്മിലാ? ഞാനും എന്റെ ചേട്ടനും തമ്മിലാ. അപ്പൊ ഈ എന്റെ കയ്യിൽ നിന്ന് എന്റെ ചേട്ടൻ ആ ക്യാഷ് തിരിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഞാനത് പീരിയോഡിക്കലി ഞാൻ തിരിച്ചു കൊടുക്കാമെന്നാണെങ്കിൽ അങ്ങനെ ഞാൻ കൊടുത്തു തീർക്കണം. അപ്പൊ തിരിച്ചു പിടിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മളുടെ ഗ്യാരണ്ടേറ്ററിനുണ്ട് എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് തരുമോ? മനസ്സിലായവർ ഒരു തംസ് അപ്പ് തരുമോ? Then ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദി പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ പ്ലെഡ്ജ് എഗ്രിമെന്റ്? പ്ലെഡ്ജ് എഗ്രിമെന്റിലെ പാർട്ടീസ് ആരൊക്കെയാണ് എന്ന്. ഓക്കെ, എന്താണ് പ്ലെഡ്ജ്? ആദ്യം പ്ലെഡ്ജ് എഗ്രിമെന്റിലെ പാർട്ടീസിനെ കുറിച്ച് പറയുന്നത് പ്ലെഡ്ജ് എന്താന്ന് പറയണല്ലോ. എന്താ പ്ലെഡ്ജ്? അതായത് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് ക്യാഷ് വേണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് എന്ത്? ഗോൾഡ് ലോൺ എടുക്കുന്നില്ലേ? അതൊരു പ്ലെഡ്ജ് ആണ്. എന്താണ്? നിങ്ങൾക്ക് പണം വേണം, പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ സ്വർണം നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ആ സ്വർണത്തിന്റെ തുല്യമായിട്ടുള്ള തുക ബാങ്കുകാർ നമുക്ക് തരുന്നു. സോ ഇറ്റ്സ് എ പ്ലെഡ്ജ് അല്ലെ? അതിനെയാണ് ഇത് പ്ലെഡ്ജ് എന്ന് പറയാം. ഇനി നോക്ക്, ഇവിടെ ഏതൊക്കെ പാർട്ടീസ് ഉണ്ട്? പ്ലെഡ്ജറും ഉണ്ട്, പ്ലെഡ്ജിയും ഉണ്ട്. പ്ലെഡ്ജർ ആരാണ്? ദ പേഴ്സൺ who pledge or offer their property as a security for the debt or obligation. അതായത് നിങ്ങൾ ബാങ്ക് തന്നെയാ, നിങ്ങൾ വലിയ പുള്ളികളാ, നിങ്ങൾ എപ്പോഴും ബാങ്കാ. ഓക്കെ, എനിക്ക് കുറച്ച് ബാധകളുണ്ട്, ഞാൻ എന്റെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ ആയിട്ട് എന്ത് വരുന്നു? നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങൾ തൂക്കി നോക്കി വില തരുന്നു. ഇതാണ് കേസ്. അപ്പൊ നിങ്ങളാണ് എന്ത്? പ്ലെഡ്ജർ എന്ന് പറയാം. സോറി, പ്ലെഡ്ജർ എന്ന് പറയുന്നത് ഞാനാണ്. ഓക്കെ, പ്ലെഡ്ജർ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ ഗോൾഡ് തരുന്ന സമയത്ത് ഞാനാണ് പ്ലെഡ്ജർ, പ്ലെഡ്ജി നിങ്ങളാണ്. ഈ സ്വർണം വാങ്ങിച്ചു വെക്കുന്ന ആളാണ് എന്ത്? പ്ലെഡ്ജി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. This is the person who pledge or offer their property as a security for the debt or obligation. Debt or obligation വേണ്ടി ഞാൻ ഈ പ്രോപ്പർട്ടി തരികയാണെങ്കിൽ ഞാനാണ് പ്ലെഡ്ജർ. Then പ്ലെഡ്ജി എന്ന് പറയുന്നതോ, this is a person who receive the pledged property as a security. They are typically the creditors or lender. ടിപ്പിക്കലി ക്രെഡിറ്റേഴ്സോ ലെൻഡറോ പോലുള്ള ആളുകളായിരിക്കും ഇങ്ങനെ പണം തരിക. അവരാണ് എന്ത്? പ്ലെഡ്ജി എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട്, ഇഫ് someone borrows money from a bank and use their car as a collateral കാർ വെക്കുകയാണെങ്കിൽ the borrower is a pledger. ബോറോവർ, നിങ്ങൾ പണം എടുക്കുന്ന വ്യക്തി പ്ലെഡ്ജർ ആണ്. then the bank is a pledgee. ബാങ്ക് പ്ലെഡ്ജി ആണ്. കാർ ഉണ്ടല്ലോ, ഇറ്റ്സ് എ പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി. കാർ എന്നുള്ളത് പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി ആണ്. ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്താ? പ്ലെഡ്ജ് ഡോക്യുമെന്റ്, പ്ലെഡ്ജ് എന്താണെന്ന് എഴുതി വെക്കണം. ഓക്കെ, പ്ലെഡ്ജ് എന്താണ് എന്നുള്ള സംഭവം നിങ്ങൾ എഴുതിക്കണം. പ്ലെഡ്ജ് എഗ്രിമെന്റ് എന്താണ് എന്നുള്ള സാധനം നിങ്ങൾ എഴുതി വെക്കണം. അതിന്റെ ഫീച്ചേഴ്സ് എഴുതി വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പാർട്ടീസിനെ എഴുതി വെക്കണം. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുത്ത് ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, then next question, explain the capacity required to enter into a valid contract. ഒരു വാലിഡ് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അതിന് ആളുകളുടെ കപ്പാസിറ്റി കൺസിഡർ ചെയ്യണം. ആ കപ്പാസിറ്റി എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആർക്ക് വേണമെങ്കിലും കോൺട്രാക്ട് എൻട്രി ചെയ്യാം. പക്ഷെ അങ്ങനെ എൻട്രി ചെയ്യണമെങ്കിൽ ആ വ്യക്തികൾക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, കാപ്പബിൾ ആയിരിക്കണം. ഓക്കെ, ആ കോൺട്രാക്റ്റിൽ അഗ്രി ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ആരൊക്കെയാണെന്ന് നോക്കാം. കപ്പാസിറ്റി ഈസ് എ ക്രൂഷ്യൽ എലമെന്റ് ഫോർ എൻട്രിങ് ഇൻടു എ വാലിഡ് കോൺട്രാക്ട്. It refers to the legal ability of a person to understand and make informed decisions about their contractual obligation. Individuals who lack capacity is generally not considered legally competent to enter into a contract.
ഹിയർ ആർ ദി പ്രൈമറി ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് കപ്പാസിറ്റി. അപ്പൊ കപ്പാസിറ്റി എന്താണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിന്റെ പ്രൈമറി ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമതാണ് എന്ത്? ഏജ്. നമ്മുടെ നാട്ടിൽ എത്ര വയസ്സാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാൻ? ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന വ്യക്തി ഷുഡ് ബി മേജർ ആയിരിക്കണം, 18 വയസ്സുണ്ടായിരിക്കണം. ഓക്കെ, 18 വയസ്സുള്ള ആളുകൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം എന്നതാണ് നിയമം, ഇപ്പോഴത്തെ നിയമം പറയുന്നത്. മോസ്റ്റ് jurisdiction has specific age requirement for entering into a contract. For example, in many countries, individual under the age of 18 are considered minor. മൈനർക്ക് പറ്റില്ല എന്ന് പറയുന്നത്. And generally lack their capacity to contract. അവർക്ക് സാധാരണ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല. Then, however, ഇതിനും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് എക്സെപ്ഷൻസ്? അപ്പം നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, നിങ്ങളുടെ പാരൻസ് ഓക്കെ ജസ്റ്റ് ടെൻറ്റേറ്റീവ് ആയിട്ട് കരുതിയാൽ മതി. എന്താണ്, നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ ഒറ്റയ്ക്ക് വളരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് കുറേ സ്വത്തുക്കൾ വന്നിട്ടാ പോയെ. ഓക്കെ, കുറെ സ്വത്തുക്കൾ വന്നിട്ടാ പോയെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വളരണം, പഠിക്കണം, നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുടെ നേടിയെടുക്കാൻ. ഓക്കെ, അപ്പം നിങ്ങൾ പറയാണ്, നിങ്ങൾ ഒരു വ്യക്തിയോടെ കാണുന്നു, അദ്ദേഹത്തിന് പരിചയപ്പെടുന്നു, അദ്ദേഹത്തിന് ഒരു ഓഫർ വെക്കുകയാണ്. എന്ത്? ഈ ഒരു കോൺട്രാക്ട്, അതായത് ഒരു കോൺട്രാക്ട് നമുക്ക് വെക്കാം, എനിക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരണം. ഓക്കെ, പഠിക്കാനുള്ള സാധനങ്ങൾ ചെയ്തു തരണം, പകരമായിട്ട് ഈ സാധനം വിറ്റിട്ട്, ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് അതിന് കിട്ടുന്ന തുക ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച പ്രകാരം എന്താ? പറ്റില്ല അല്ലെ? കാരണം എന്താ? കുട്ടി മൈനറാ, അതുകൊണ്ട് ഇത് ലീഗൽ അല്ല, ഇത് കോൺട്രാക്ട് വാലിഡ് അല്ല എന്ന് പറയാം. പക്ഷേ ഇത് ശരിക്കും വാലിഡ് ആണ്. കാരണം എന്താ? കുട്ടിയുടെ നെസസിറ്റിക്കായിട്ട് നമ്മൾ ഫണ്ട് എക്സ്പെൻസ് വഹിക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ്, ആ തുക കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റ് അത് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഓക്കെ, നെസസറീസ് ആണെങ്കിൽ, പഠനമാണെങ്കിൽ, ഫുഡ് ആണെങ്കിൽ, ഡ്രസ്സ്, ക്ലോത്തിങ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ അതേസമയം പറയാണ് എന്ത്? നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ പേരിൽ ഇത്ര സ്ഥലമുണ്ട്, ഈ സ്ഥലം നിങ്ങൾ വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിറ്റിട്ട് പൈസ തരാം, എനിക്കൊരു കാറ് വാങ്ങിച്ചു തരണം. കണ്ടീഷൻ ഇതാണ്. പറ്റുമോ? ആ കുട്ടിക്ക് നിങ്ങൾ കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി തൊടാനുള്ള അവകാശം പോലും നിങ്ങൾക്കില്ല. കാരണം കാർ ഒരു നെസസിറ്റി അല്ല, കുട്ടിയെ സംബന്ധിച്ച് കാർ ഒരു നെസസിറ്റി അല്ല. അത് മനസ്സിലാക്കി വെക്കുക. Then നെക്സ്റ്റ്, മെന്റൽ കപ്പാസിറ്റി. എന്താണ് മെന്റൽ കപ്പാസിറ്റി? അതായത് മെന്റൽ പ്രോബ്ലംസ് ഉള്ള ഒരാൾ, ഈ മെന്റൽ പ്രോബ്ലംസ് ഉള്ള ഒരാളുമായിട്ട് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ഇറ്റ് ഷുഡ് ബി എ വോയിഡ് കോൺട്രാക്ട്. അത് ഒരിക്കലും വാലിഡ് അല്ല. വാലിഡ് അല്ലാത്തതിനെ വോയിഡ് എന്ന് പറയാം, അത് ലീഗലി വാലിഡ് അല്ല എന്നാ പറയുന്നത്. ഇൻഡിവിജ്വൽസ് ഹു സഫർ ഫ്രം ദി മെന്റൽ ഇമ്പയർമെന്റ് such as intellectual disability, dementia or several mental illness may lack the capacity to understand the nature and consequences of this contractual obligation. Contractual obligation കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കുട്ടികൾ, അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ. അവരുമായിട്ടുള്ള കോൺട്രാക്ട് ഒന്നും എന്താ? വാലിഡ് അല്ല, ലീഗലി ബൈൻഡിങ് ഇല്ല, അതെല്ലാം വോയിഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. Then intoxication. എന്താണ്? If a person is so intoxicated by the drug or alcohol, they cannot understand the nature and consequences of their action. They may lack capacity. എന്താണ്? ഒരു കുഴപ്പമൊന്നുമില്ല, ഓക്കെ, മെന്റലി എല്ലാം ഗുഡ് പേഴ്സൺ ആണ്, മെന്റലി യാതൊരു കുഴപ്പമില്ലാത്ത പേഴ്സൺ ആണ്. പക്ഷേ ഹീസ് ഒരു എന്താ, മദ്യത്തിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹം ഫുൾ ടൈം തണ്ണിയ. ഇദ്ദേഹത്തിനുമായിട്ടൊരു കോൺട്രാക്ട് നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് അത് കോടതിയുടെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ആണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? അവിടെ അദ്ദേഹം മദ്യലഹരിയിലാണോ, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, ഓക്കെ, മദ്യത്തിന്റെ ലഹരിയിലാണ് ഈ കോൺട്രാക്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഈ കോൺട്രാക്ട് എന്തായി മാറും? വോയിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഡ്രങ്ക്യാർഡുമായിട്ടുള്ള കോൺട്രാക്ട് ഒന്നും വാലിഡ് അല്ല എന്നാ പറയുന്നത്. ദെൻ undue influence, dues or undue influence. എന്താണ്? ഒരു പേഴ്സൺ, ഓക്കെ, പേഴ്സൺസ് എന്ത് വേണം? അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ആയിരിക്കണം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ്? നമ്മൾ അദ്ദേഹത്തിന് ഫോഴ്സ് ചെയ്തിട്ടല്ലോ കോൺട്രാക്റ്റിൽ. ഇപ്പൊ ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തൊരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ
ഫോഴ്സ് ചെയ്യുന്ന പറഞ്ഞാൽ എങ്ങനെ? നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കഴുത്തിൽ കത്തിയൊക്കെ വെച്ചിട്ട് ഞാൻ പറയണേ ഈ കോൺട്രാക്റ്റിൽ നിങ്ങൾ സൈൻ ചെയ്യും എന്ന് പറയുന്നു. ഓക്കെ, അത് തെളിയിക്കപ്പെട്ടാൽ എന്താണ്? അത് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അതേപോലെ ഞാൻ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഇപ്പം 10,000 തരൂ, ഞാൻ ഒരു 2 മാസത്തിൽ 1 ലക്ഷം 1.5 ലക്ഷം തരാം, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീടെടുത്തോ. മാനിപ്പുലേറ്റ് ചെയ്യാണ്. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ തരാൻ നിങ്ങൾ നിർബന്ധിതരാക്കാണ്. അതും എന്താണ്? അതും വോയിഡ് ആണ്. ദെൻ ഇതിലൊന്നും കൂടി ആഡ് ചെയ്യണം. എന്താണ്? ഫോറിൻ ഫ്രണ്ട് ബിക്കം ഫോറിൻ എനിമി. ഓക്കെ, അല്ലെങ്കിൽ ഫോറിൻ എനിമി ആയിട്ടുള്ള ഒരു കോൺട്രാക്ട്. ഫോറിൻ എനിമി ആയിട്ടുള്ള കോൺട്രാക്ട് എന്താണ്? നമ്മൾ വേറൊരു രാജ്യത്ത് ഉള്ളൊരു വ്യക്തി, അപ്പൊ പാകിസ്ഥാനുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വോയിഡ് വൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്തായിരുന്നു? അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഇനി വേറെ ഒന്നുണ്ട്. ഓക്കെ, ഇതും അതിൽ കൺസിഡർ ചെയ്യണം കേട്ടോ. അത് നിയമം അനുശാസിക്കുന്ന ഒരാൾ നിയമം പറയാണ് ഈ വ്യക്തിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അത്തരം വ്യക്തികളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ഇറ്റ് ഷുഡ് ബി വോയിഡ്. ഓക്കെ, അപ്പം നിയമം പറയുകയാണെങ്കിൽ ഇദ്ദേഹം പാപ്പരാണ്, ഇദ്ദേഹമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ അദ്ദേഹമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ അതൊരു വോയിഡ് കോൺട്രാക്ട് ആണ്. വാലിഡും വോയിഡ് എന്താ അറിയില്ല നിങ്ങൾക്ക്? വാലിഡ് എന്ന് പറയുന്നത് നിയമത്തിന്റെ സാധ്യത ഉള്ളത്, വോയിഡ് എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ സാധ്യത ഇല്ലാത്തതാണ് കേട്ടോ. ദെൻ ഇൻ സമ്മറി, to have the capacity to enter into a valid contract, a person must be legal age ഉള്ള ഒരാളായിരിക്കണം, mentally competent ആയിരിക്കണം, not undue influenced or coerced, and not intoxicated to the point of incapacity. ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിന്റെ ആ ഒരു ലിമിറ്റിൽ അധികം മദ്യപാന ശീലമുള്ള ഒരാളായിരിക്കരുത്. If any of these factors are present, the contract may be voidable or unenforceable. ഈ കോൺട്രാക്ട് എന്താ? വോയിഡബിൾ ആവും അല്ലെങ്കിൽ അൺഎൻഫോഴ്സബിൾ ആവും എന്നാ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്യണം കേട്ടോ. ആ ലാസ്റ്റ് പറഞ്ഞ സാധനം നിങ്ങൾ ആഡ് ചെയ്യണം. ദെൻ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ഒരു എസ്സേ ടൈപ്പിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണത്. Widget company has entered into a contract with a supplies INC incorporation ആയിട്ട് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് to deliver 1,000 units of a specific product monthly for a year. However, due to unforeseen circumstances, widget company find itself unable to continue fulfilling their agreement after 6 months. 6 മാസത്തിന് ശേഷം നമ്മളുടെ ഏത് കമ്പനിയാണ്? വിഡ്ജറ്റ് കമ്പനി മനസ്സിലാക്കുകയാണ് ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ അവർ നിർത്താനുള്ള തീരുമാനത്തിലാണ്. How can a widget company can discharge from its contractual obligation, and what are the various mechanisms through which this discharge can occur? ഓക്കെ, അപ്പൊ ചോദിക്കുന്നത് എന്താ? ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ, ഡിസ്ചാർജ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് അല്ല കേട്ടോ, കോൺട്രാക്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് വിടുതല ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, എന്തൊക്കെ പോംവഴികൾ ഉണ്ടെന്ന് ചോദിച്ചില്ലേ? സോ നിങ്ങൾ ഉത്തരം എഴുതുന്ന സമയത്ത് ഈ വിഡ്ജറ്റ് കമ്പനിയും ദെൻ ഈ സപ്ലൈസ് കമ്പനിയും വെച്ചിട്ട് തന്നെ എഴുതുക. ഓക്കെ, ഞാനിവിടെ ആ ഒരു രീതിയിലല്ല, ഞാൻ ഇത് എന്താ ചെയ്യുന്നത്, ഏതൊക്കെ വഴിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് എന്നല്ല ഒരു കോൺട്രാക്ട് നമുക്ക് ലീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കണം. ഓക്കെ, സോ ഇവിടെ പ്രൈമറിലി ഈ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് എന്താ? ഇറ്റ്സ് എ എന്താണ്? ടെൻഡർ ആണ്. ഇതൊരു ടെൻഡർ ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് എഗ്രിമെന്റ് ആണെന്ന് പറയാം. സ്റ്റാൻഡിങ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിക്സഡ് പീരീഡിലേക്ക് സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനാണ് സ്റ്റാൻഡിങ് എഗ്രിമെന്റ് എന്ന് പറയാം. അതിനാണ് സ്റ്റാൻഡിങ് എഗ്രിമെന്റ്, സ്റ്റാൻഡിങ് കോൺട്രാക്ട് എന്ന് പറയാം. ഇവിടെ നോക്കുക, ഇവിടെ അങ്ങനെ ഒരു കോൺട്രാക്ട് ആണ്. ഇനി നമുക്ക് എന്തൊക്കെ രീതിയിൽ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യപ്പെടാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ പെർഫോമൻസ്. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടാം. എങ്ങനെയാണ്? ദിസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് യൂസ്ഫുൾ വേ ഓഫ് ഡിസ്ചാർജിങ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേ ആണ് എന്ത്? ഈ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ. When the parties to the contract fulfill their obligation arising under the contract within time and in the manner prescribed, they known as discharge of performance. അതായത് ഒരു നിശ്ചിത പീരീഡ് ഉണ്ടായിരിക്കും അല്ലെ, കോൺട്രാക്ടിന് ഒരു നിശ്ചിത പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡിന് ഉള്ളിൽ നിഷ്കർഷിച്ച രീതിയിൽ നമ്മളുടെ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ? ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ആണ്. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. അതായത്
ഞാൻ നിങ്ങൾക്ക് ബൈക്ക് തരാം എന്ന് പറഞ്ഞു. 20,000 രൂപയുടെ ബൈക്ക് 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നിങ്ങളൊരു സമയം പറഞ്ഞു, ഒരു മാസത്തിനുള്ളിൽ ബൈക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ മറച്ചു വിട്ടു എന്ന് പറയുന്നു. കോൺട്രാക്ട് അതാണ്. നമ്മൾ എഗ്രിമെന്റ് ഒക്കെ എഴുതി സൈൻ ചെയ്ത് ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ആണ് വന്നിട്ടുള്ളത്. അവിടെ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? രണ്ടുപേരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. നിങ്ങൾ എനിക്ക് 20,000 രൂപ തന്നു, ഞാൻ എന്റെ ബൈക്ക് തന്നു, പിന്നെന്ത് കോൺട്രാക്ട് ഇടും അല്ലേ? അതേസമയം ഈ ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് രണ്ട് തരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ആക്ച്വൽ പെർഫോമൻസും ഉണ്ട്, അറ്റംപ്റ്റഡ് പെർഫോമൻസും ഉണ്ട്. ഓക്കെ, എന്താണ് ആക്ച്വൽ പെർഫോമൻസ്? നമ്മുടെ രണ്ട് പാർട്ടീസും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും നമ്മുടെ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് എന്ത് ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയാം. അതേസമയം വിചാരിക്കുന്നതാണ് നിങ്ങൾക്ക് പണം മൊത്തമായിട്ട് റേസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു 8,000 രൂപ അല്ലെങ്കിൽ 20,000 18,000 രൂപ എന്റെ കൈ കൊണ്ട് തന്നു, ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കയ്യിൽ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പറയുമോ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്നാ തരാം, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, 2,000 രൂപയല്ലേ പോട്ടെ, ഞാൻ സഹിച്ച് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ ബൈക്ക് നിങ്ങൾക്ക് തരുന്നു, 20,000 പറഞ്ഞ സ്ഥലത്ത് ഞാൻ 18,000 വാങ്ങുന്നു. അപ്പം ഇവിടെ ഇതെന്താണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആ, ഇത് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആണ്. ഓക്കെ, നോക്കാം. ആക്ച്വൽ പെർഫോമൻസ്. ഇൻ ഓർഡർ ടു ക്ലെയിം പെർഫോമൻസ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് must actually perform their part of the contract. It actual performance, അതായത് രണ്ടുപേരും പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. Then attempted performance or tender. A person who is bound to perform a promise will be ready to perform and will also offer to perform his promise, but sometimes the other party may refuse to accept that performance. This is known as attempted performance. ഇത് അറ്റംപ്റ്റഡ് പെർഫോമൻസിന്റെ വേറൊരു രീതിയായിട്ട് പറയുന്നത്. അതായത് അപ്പൊ പറയാണ് എന്ത്, ജസ്റ്റ് പണം വായ്പയായിട്ട് എടുത്തു. ഓക്കെ, പണം വായ്പയായിട്ട് എടുത്തു, എന്നിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ പണം തിരിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ പണം വായ്പയായിട്ട് നിങ്ങൾ പറഞ്ഞ 6 മാസത്തിൽ പലിശ അടക്കം എനിക്ക് തിരിച്ചു തന്നാൽ എന്ന് പറയുന്നു. ഞാൻ പലിശ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ആ പണം നിങ്ങൾക്ക് മൊത്തമായിട്ട് തരാൻ റെഡിയായി, ഒരു 5 മാസം കഴിഞ്ഞിട്ട് പണം തരാൻ റെഡിയായി. അപ്പൊ നിങ്ങൾ പറയുന്നത് സാറില്ല, നിങ്ങൾ എനിക്ക് 60,000 രൂപയാണെങ്കിൽ ഒരു 58,000 തന്നാൽ മതി, ബാക്കി നിങ്ങൾ വെച്ചോ, നിങ്ങൾ ഇത്ര അടച്ചതല്ലേ. ഓക്കെ, അപ്പം എന്താണ് അവിടെ ഞാൻ പെർഫോം ചെയ്യാൻ റെഡിയാണ്, പക്ഷെ നിങ്ങൾ അത്ര മതി എന്ന് പറയുന്നു. അതിനെ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയും കേട്ടോ, അതിനെയും അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയും. എന്നാൽ ക്യാഷിന്റെ കേസിൽ ഈ ഒരു കണ്ടീഷൻ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ക്യാഷിന്റെ കേസിൽ 60,000 തിരിച്ചു കൊടുക്കണം എന്നാണ്. ഇത് ബാക്കിയുള്ള കണ്ടീഷൻസിലാട്ടോ. അപ്പൊ ഒരു എന്താ പറയാ, ഒരു ഇത്ര പീരീഡിലേക്ക് നിങ്ങൾക്ക് തക്കാളി, ഓക്കെ, ഒരു 6 മാസത്തേക്ക് ഞാൻ 20 രൂപ കണക്കിൽ നിങ്ങൾക്ക് തക്കാളി തരാമെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്ന ഒരു കുറച്ച് പീരീഡ് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയും. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ദെൻ ഇനി ബാക്കിയുള്ളതാണ് എന്ത്, ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ മ്യൂച്വൽ അഗ്രിമെന്റ് പ്രകാരം കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വൺ ആണെന്ത്, ബൈ നൊവേഷൻ എന്നുള്ളത്. നൊവേഷൻ എന്താ, അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് നൊവേഷൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺ എയ്തർ ബിറ്റ്വീൻ സെയിം പാർട്ടീസ് ഓർ ബിറ്റ്വീൻ ന്യൂ പാർട്ടീസ്. എന്താ, നമ്മൾക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും, ഈ കോൺട്രാക്ടിനെ മാറ്റിയിട്ട് ഓക്കെ പുതിയൊരു കോൺട്രാക്ട് വരും, പുതിയ കോൺട്രാക്ട് വരും. ഒന്നുകിൽ ഈ സെയിം പാർട്ടീസ് എല്ലായിരിക്കും, അല്ലെങ്കിൽ പുതിയ പാർട്ടീസ് ആയിരിക്കും ഉൾക്കൊള്ളും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നൊവേഷൻ എന്ന് പറയാം. നൊവേഷന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാ, മ്യൂച്വൽ കൺസെന്റ് വേണം, അതായത് പാർട്ട്നേഴ്സിന്റെ പാർട്ടീസ് ആയിരിക്കണം, അവരുടെയൊക്കെ തീരുമാനം, അവരുടെയൊക്കെ അനുമതി വേണം. ഓക്കെ, ദെൻ ന്യൂ കോൺട്രാക്ട് മസ്റ്റ് ബി വൺ കാപ്പബിൾ ഓഫ് എൻഫോഴ്സ്ഡ് ബൈ ലോ, നിയമസാധുതയുള്ള ഒരു സാധനമായിരിക്കണം. ദെൻ ന്യൂ കോൺട്രാക്ട് ഈസ് മെയ്ഡ് ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി പീരീഡ് ഓഫ് ദി ഒറിജിനൽ കോൺട്രാക്ട്. ഒറിജിനൽ കോൺട്രാക്ടിന്റെ എക്സ്പയറി ഉണ്ടല്ലോ, അതിന് മുന്നേ ഈ കോൺട്രാക്ട് നൊവേഷൻ ചെയ്ത് കോൺട്രാക്ട് പുതിയ ഉണ്ടാക്കണം. അത്രയുമാണ് കണ്ടീഷൻ വരുന്നത്. നെക്സ്റ്റ് ആണ് അൾട്രേഷൻ എന്ന് പറയുന്നത്. അൾട്രേഷൻ എന്താ, മോഡിഫിക്കേഷൻ വരുത്തുകയാണ്, നമ്മുടെ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റിൽ ചേഞ്ചസ് വരുത്തുകയാണ്. ടേക്ക് പ്ലേസ് വെൻ വൺ ഓർ മോർ ഓഫ് ദി ടേംസ് ഓഫ് ദി കോൺട്രാക്ട് അൾട്ടേർഡ് ബൈ ദി മ്യൂച്വൽ കൺസെന്റ് ഓഫ് ദി പാർട്ടീസ് ടു ദ കോൺട്രാക്ട്. അതായത് അവർ തീരുമാനിച്ചിട്ട്, ഇവിടെ നൊവേഷന്റെ കേസിൽ പുതിയ പാർട്ടീസ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പുതിയ പാർട്ടീസ് വരില്ല, എക്സിസ്റ്റിംഗ് പാർട്ടീസ് തന്നെയായിരിക്കും
എന്നാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ അതിനെയാണ് അൾട്ടറേഷൻ എന്ന് പറയാം. ദെൻ റിസഷൻ എന്ന് പറയുമ്പോൾ എന്താ? റിസഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. എന്താണ്? ഇഫ് ദ പാർട്ടീസ് ഓഫ് ദി കോൺട്രാക്ട് അഗ്രീസ് ടു റിസൈഡ് ഇറ്റ്, ദ ഒറിജിനൽ കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോംഡ്. റിസഷൻ മേ ബി എയ്തർ ടോട്ടൽ ഓർ പാർഷ്യൽ. എന്താണ്? രണ്ട് പാർട്ടീസും കൂടി തീരുമാനിക്കാൻ ഇത്രയും പെർഫോം ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഒരു കൊല്ലത്തേക്കാണ് നിങ്ങൾ എഗ്രിമെന്റ് ഇട്ടുള്ളത്, പക്ഷെ 6 മാസം കഴിഞ്ഞ് രണ്ട് പാർട്ടീസ് പറയുന്നത് വേണ്ട, മതി, നിർത്താം എന്ന് പറയുന്നു. അതിനെയാണെങ്കിൽ റിസഷൻ എന്ന് പറയാം. ഇത് വേണമെങ്കിൽ ഏതർ ഫുള്ളി ഓർ പാർട്ട്ലി ആവാം. അതായത് ഇപ്പം ഒരു കൊല്ലാണല്ലോ, എന്നാൽ ഈ എഗ്രിമെന്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് രണ്ടും റിസഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ റെമിഷൻ എന്ന് പറയുമ്പോൾ എന്താ? ആക്സെപ്റ്റൻസ് ഓഫ് ദി ലെസർ പെർഫോമൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇതിലേക്ക് കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റും. എന്താണ്? ലെസർ പെർഫോം ചെയ്തിട്ടുണ്ടോ അത് ഇവിടെ കൺസിഡർ ചെയ്യാം. എത്രയാണോ പെർഫോം ചെയ്തത് അത്ര മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റെമിഷൻ എന്ന് പറയാം. ദെൻ വേവർ എന്ന് പറയുമ്പോൾ എന്താ? ബോത്ത് പാർട്ടീസ് ബൈ മ്യൂച്വൽ കൺസെന്റ് അഗ്രി ടു അബൻഡൻ ദെയർ റെസ്പെക്റ്റീവ് റൈറ്റ്, ദ കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോംഡ് ആൻഡ് ദ സെയിം ഇസ് ഡിസ്ചാർജ്. രണ്ട് പാർട്ടീസും കൂടി തീരുമാനിച്ചു, ഓക്കെ, എന്താണ്? ഇത് ക്യാൻസൽ ചെയ്തേക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ വേവർ എന്ന് പറയാം. അപ്പോൾ ചോദിക്കും ഇതും സെയിം അല്ലേ നോക്കും. ഇവിടെ ടോട്ടൽ ഓർ പാർഷ്യൽ ക്യാൻസലേഷൻ ആണ്, ഇവിടെ മൊത്തമായിട്ട് ക്യാൻസൽ ചെയ്ത് പോവുക ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. സമയം ഒരു ഇമ്പോർട്ടൻസ് സാധനമാണ് അല്ലേ? ഈ സമയത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു പീരീഡ് ഉണ്ടായിരിക്കും, ഒരു സാധനം സ്പെസിഫിക് പെർഫോമൻസ് ചെയ്യാൻ ഒരു പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡിനെയാണ് എന്ന് പറയുന്നത് നോൺ ആസ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഇഫ് ദ കോൺട്രാക്ട് ഈസ് നോട്ട് പെർഫോംഡ് ആൻഡ് the promise failed to take any action within the period of limitation, then the contract is terminated, discharged by lapse of time. എന്താണ്? ഒരു ഫിക്സഡ് പീരീഡിനുള്ളിൽ സാധനം ചെയ്യണമെന്ന് പറഞ്ഞു, ആ പീരീഡിൽ തീർന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ ലാപ്സ് ഓഫ് ടൈം, സമയത്തിന്റെ പ്രശ്നം കാരണം അത് ക്യാൻസൽ ചെയ്യാം. ദെൻ ഡിസ്ചാർജ് ബൈ ഓപ്പറേറ്റിംഗ് ലോ. നമ്മളുടെ പ്രസന്റ് നിയമം പറയാണ് ഈ ലോ ഇവിടെ നിർത്തിക്കോണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും എന്ത് ചെയ്യാം? നമ്മളുടെ കോൺട്രാക്ട് നിർത്താം. എപ്പോഴാണ്? The contract may discharged by the operating law in the following case. താഴെ പറയുന്ന കുറച്ച് കേസുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡെത്ത്, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ. മരണം സംഭവിക്കുക പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ബൈക്ക് വിൽക്കാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് ഉണ്ട്, ഓക്കെ, ബൈക്ക് വിൽക്കാൻ ഒരു കോൺട്രാക്ട് ഉണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്ട് നിലനിൽക്കും. എന്നാൽ ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ഞാൻ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങളായിട്ട് ഒരു കോൺട്രാക്ട് ഇട്ടു. എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ഒരു ചുമരുണ്ട്, ആ ചുമരിൽ മൊത്തം ഞാൻ ചിത്രം വരച്ചു തരാം. ഓക്കെ, ആ ചുമര് മൊത്തം ഞാൻ നിങ്ങളുടെ ചിത്രം വരച്ചു തരാം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആ കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ 3D ഇമേജ് വരയ്ക്കാനുള്ള കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാക്കി, പക്ഷേ ഞാൻ മരിച്ചുപോയി, കോൺട്രാക്ട് വാലിഡ് ആണോ? എന്റെ പ്രേതം ഒന്ന് വരച്ചു തരുമോ? ഇല്ല. അതാണ് എന്ത്? ബൈ ഡെത്ത് എന്ന് പറയുന്നത്. അതാണ് ബൈ ഓപ്പറേറ്റിംഗ് ലോ ഒന്ന്. ദെൻ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടോ, അത് മറ്റടുത്ത് കോപ്പി പേസ്റ്റ് വന്നു പോയതാണ്. ദെൻ ബൈ ഇൻസോൾവൻസി. എന്താണ്? എ പേഴ്സൺ ഈസ് അഡ്ജഡ് ഇൻസോൾവെന്റ് ആയിട്ട് അദ്ദേഹത്തിനെ നിയമം പറയാണ്, വിധിച്ച് എന്താണ്? അദ്ദേഹം ഇൻസോൾവെന്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഹി ഈസ് ഡിസ്ചാർജ് ഫ്രം ഓൾ ലയബിലിറ്റീസ് ഇൻകർഡ് ബിഫോർ ദി അഡ്ജക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ അഡ്ജക്ഷന് മുമ്പ് ഉണ്ടാകുന്ന സകല ലയബിലിറ്റിയും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ തരാണ്ട്, പക്ഷെ കോടതി വിധിച്ചു എന്താണ്? ഞാൻ പാപ്പരാണ് എന്ന് കോടതി വിധിച്ചു. പിന്നെ എനിക്ക് ആ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. അതാണ് എന്ത്? ബൈ ഇൻസോൾവൻസി. ദെൻ ബൈ മർജർ. എന്താണ്? ഇഫ് ദ കണ്ടീഷൻ ബൈ വിച്ച് an inferior right of contract merged into a superior right of contract. Okay, in case the inferior right contract stand discharged automatically. അതായത് ഇൻഫീരിയർ റൈറ്റും സുപ്പീരിയർ റൈറ്റും ഉണ്ട്. എന്താണ് ഇൻഫീരിയർ റൈറ്റ്? താഴ്ന്ന അവകാശം അല്ലെ? ഇപ്പൊ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാനൊരു ടീച്ചറാണ്, പാർട്ട് ടൈം ടീച്ചറാണ് ഞാൻ. എന്താണ്? പാർട്ട് ടൈം അല്ല, ഡെയിലി വേജ് ടീച്ചറാണ്. ഓക്കെ, ഡെയിലി വേജിൽ ഞാൻ വന്ന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ഓക്കെ, അപ്പം അവിടെ എനിക്ക് എന്തായി? ഇൻഫീരിയർ റൈറ്റ് ആണല്ലേ? ഓക്കെ, ഒരു കൊല്ലം പഠിപ്പിക്കണം, കോൺട്രാക്റ്റിൽ 1 കൊല്ലം പഠിപ്പിക്കണം, 1 ഇയർ നിങ്ങൾ പഠിപ്പിക്കണം. അവിടെ എനിക്ക് എന്താ? ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ 1 ഇയർ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി വേജ് ആണ് അല്ലേ? ഇൻഫീരിയർ റൈറ്റ് ആണ്. എന്നാൽ ആ കോളേജിൽ തന്നെ, ആ സെയിം കോളേജിൽ എനിക്ക് എന്ത് കിട്ടി? പെർമനന്റ് പ്ലേസ്മെന്റ് കിട്ടി. ഞാൻ എക്സാം എഴുതി, ഞാൻ റിസൾട്ട് വന്നു, ഞാൻ പെർമനന്റ് പ്ലേസ്ഡ് ആയി. അവിടെ എനിക്ക് എന്താ? പെർമനന്റ് പ്ലേസ്മെന്റ് കിട്ടി. അപ്പൊ അതെന്താണ്? സുപ്പീരിയർ റൈറ്റാ. പെർമനന്റ് പ്ലേസ്മെന്റ് കിട്ടിയ സുപ്പീരിയർ റൈറ്റാ. എനിക്ക് മാസാടിസ്ഥാനത്തിലാണ് എന്തുള്ളത്? മാസാടിസ്ഥാനത്തിൽ ശമ്പളം ഒക്കെ ആയി, ആ ഒരു സെറ്റപ്പ് ആയി. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്റെ ഈ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകും. ഈ ദിവസാടിസ്ഥാനത്തിൽ പഠിപ്പിക്കാനുള്ള കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോയിട്ട് ഈ കോൺട്രാക്ട് എന്താകും?
നിലനിൽക്കും. ഓക്കെ, ഈ കോൺട്രാക്ട് നിലനിൽക്കും. അതിനെയാണ് എന്ത് പറയാ, ബൈ മെർജർ എന്ന് പറയുന്നത്. Then discharge by impossibility of performance. ഒരു സംഭവം നടക്കില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെയും ഡിസ്ചാർജ് ചെയ്യപ്പെടും. The impossibility of performance of the contract may be initial impossible or subsequent impossible. ഈ ഇമ്പോസിബിലിറ്റി രണ്ട് തരമുള്ള, ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി ഉണ്ട്, സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ഉണ്ട്. എന്താണ് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി? അതായത് ആ ഫോർമേഷൻ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുകയാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കോൺട്രാക്ട് നടത്തിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഓക്കെ, ഈ കോൺട്രാക്ട് നടത്തിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ അതായത് നമ്മളിപ്പം പറയാണ് എന്താ ഒരു എക്സാമ്പിൾ പറയാ, ഒരു കോൺട്രാക്ട് ഞാൻ എൻ്റെ വീട്ടിലെ മുറ്റം കുഴിച്ച് അപ്പുറത്തുള്ള അമേരിക്കയിൽ എത്തും എന്ന് പറയുന്നു. പാസ്പോർട്ട് വേണ്ട, വെറും കുഴിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ പറയുന്നു. ഞാൻ നിങ്ങളായിട്ട് കോൺട്രാക്ട് വെച്ചു. സംഭവം നടക്കുമോ? വലിയ വലിയ മിഷൻസ് ട്രൈ ചെയ്തിട്ട് നടക്കാതെ തോറ്റുപോയൊരു സംഭവമാണിത്. ഓക്കെ, അപ്പൊ ഇതെന്താ, ഇമ്പോസിബിൾ ആണ്. അപ്പം ഇത് നമുക്ക് കോൺട്രാക്ട് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇത് ഇമ്പോസിബിൾ ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയാം. അതിനെ ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയും. ഇതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, വോയിഡ് അപ്പ് ഇനീഷ്യോ. നമ്മൾ പഠിച്ചതാണ് കോൺട്രാക്ട്, കോൺട്രാക്ടിന്റെ പല കോൺട്രാക്ടുകൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വോയിഡ് അപ്പ് ഇനീഷ്യോ. ഓക്കെ, ആ സംഭവമാണത്. ദെൻ ഇമ്പോസിബിലിറ്റി വിച്ച് അറൈസ് സബ്സിക്വന്റ്ലി. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇത് പറ്റുന്ന സംഭവമായിരുന്നു, എന്നാൽ പോകെ പോകെ ഇത് പറ്റാത്ത ഒന്നായിട്ട് മാറി. ഓക്കെ, സാധിക്കാത്ത ഒന്നായിട്ട് മാറി. അതിനാണ് എന്ത്, സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇത് എങ്ങനെയൊക്കെയാണ്, ഇതിനെ സൂപ്പർവെയിനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. ഒന്ന് നോക്കാം, ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. അതിന്റെ ഒരു കേസാണ് എന്ത്, ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. എങ്ങനെയാണ് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ എഫക്ട് ചെയ്യാം? അതായത് മക്കളെ, ഞാൻ നിങ്ങൾക്ക് ബൈക്ക് തരാമെന്ന് പറഞ്ഞു, ഒരു മാസത്തിനുള്ളിൽ ബൈക്ക് തരാന്ന് പറഞ്ഞല്ലേ. പക്ഷേ 28ാമത്തെ ദിവസം എന്റെ ബൈക്ക് കത്തിപ്പോയി. അങ്ങനെ കത്തിപ്പോയി കഴിഞ്ഞാൽ ഈ കത്തിയ ബൈക്കാണോ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരണ്ടേ? ആണോ? അല്ല. സോ അതെന്താണ്, ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, ഒരു സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആണ്. അത് കാരണം എന്ത് ചെയ്യും, കോൺട്രാക്ട് ക്യാൻസൽ ആയി പോകും. രണ്ടാമത്തെ, ഡെത്ത് ഓർ ദി പേഴ്സണൽ ഇൻകപ്പാസിറ്റി ഓഫ് ദി പ്രോമിസറുടെ, ഞാനാണ് പ്രോമിസർ എങ്കിൽ എന്റെ മരണം അല്ലെങ്കിൽ എന്റെ ഇൻകപ്പാസിറ്റി. ഓക്കെ, അത് കാരണം ഇപ്പൊ ഇൻസോൾവൻസി പോലുള്ള സംഭവം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആണ്. ദെൻ ചേഞ്ച് ഓഫ് ലോ. നിയമം പറയുന്ന സാധനങ്ങൾ, നിയമത്തിൽ വ്യത്യാസം വരികയാണ്. നിയമം പറയുന്ന ഇത്ര കാലം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പൊന്നേ മുത്തേ കരല എന്നുള്ളൊരു റിലേഷൻ ആയിരുന്നു. അപ്പം എന്താണ്, അവർ നമ്മളുടെ ഇന്ത്യക്കാരും അമേരിക്കക്കാരും നമ്മളുടെ കോൺട്രാക്ട് ഒക്കെ നമ്മളുടെ ഗവൺമെന്റ് കണ്ണു മൂട്ടി സ്വീകരിച്ച് ഭയങ്കര കാര്യമായിരുന്നു എന്ന് വിചാരിക്കാം. എന്നാൽ പെട്ടെന്ന് ഒരു യുദ്ധം വരുന്നു. യുദ്ധം വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ പറയാണ് അവരുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് നമുക്ക് വേണ്ട, അവരുമായിട്ടൊരു ബന്ധം നമുക്ക് വേണ്ട. ഓക്കെ, അങ്ങനെ നിയമം മാറ്റി പറഞ്ഞു. അതായത് ഫോറിൻ ഫ്രണ്ട് ഫോറിൻ എനിമി ആയിട്ട് മാറി. അന്നേരത്തെ എന്താണ്, നമ്മളുടെ കോൺട്രാക്ട് ഇനി നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതും എന്താണ്, ഇമ്പോസിബിൾ ആയിട്ട് മാറി. സോ അതെന്താണ്, സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി ആണ്. ദെൻ ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓഫ് തിങ് വിച്ച് എസെൻഷ്യൽ ഫോർ ദി പെർഫോമൻസ്. ഓക്കെ, എന്താണ്, നമുക്ക് നമ്മളുടെ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കൽക്കരി ഞാൻ എല്ലാ കൊല്ലവും എത്തിച്ചേരാം എന്നൊരു കണ്ടീഷനാണ്. ഞാൻ എന്ത് ചെയ്യും, എല്ലാ കൊല്ലത്തിൽ ഒരു കൊല്ലം കംപ്ലീറ്റ് കൽക്കരി എത്തിച്ചേരാം കണ്ടീഷനാണ്. ഞാൻ ഈ കൽക്കരി മാന്തി ഖനനം ചെയ്ത് അവസാനം കൽക്കരി ഇല്ലാണ്ടായി. ഓക്കെ, കൽക്കരി ഇല്ലാണ്ടായി, ഞാൻ പിന്നെ എന്തെടുത്ത് നിങ്ങൾക്ക് തരും? അതാണ് നമ്മളുടെ ആ പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള സാധനം, എസെൻഷ്യൽ തിങ്ക് കഴിഞ്ഞു പോയാൽ. ഓക്കെ, ദെൻ ഡിക്ലറേഷൻ ഓഫ് വാർ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം കേസ് തന്നെ, അമേരിക്കയുടെ കേസ് തന്നെ. അങ്ങനെ വാർ സംഭവിച്ചാലും എന്താണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാർ സംഭവിച്ചാലും അതുവരെ അവിടെ തമ്മിലുണ്ടായിരുന്ന കോൺട്രാക്റ്റുകളൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടും. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിർബന്ധമായിട്ടും ഉൾക്കൊള്ളിക്കണം. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ ടേം ഓഫ് ഡോക്ട്രൈൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ and also outline the exceptions of doctrine of caveat emptor. എന്താണ് caveat emptor എന്ന് പറയുന്നത്? doctrine of caveat emptor എന്ന് പറയുന്നത് എന്താ, let the buyer beware എന്ന് പറയാം. വാങ്ങുന്നവൻ സൂക്ഷിച്ചോളണം. ഓക്കെ, വാങ്ങുന്നവൻ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയുന്നതാണ് എന്ത്, doctrine of caveat emptor എന്നുള്ളത്. ഓക്കെ, doctrine of caveat emptor എന്ന് പറയുന്നത് എന്താ, let the buyer beware. അതായത് നിങ്ങളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോളണം. ഓക്കെ, അതിന് തട്ടുണ്ടോ മുട്ടുണ്ടോ ഒട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ വേണം ചെക്ക് ചെയ്യാൻ.
ഓക്കെ, അല്ലെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ? ഓക്കെ, നിങ്ങൾക്കിപ്പോ എന്താണ്, നിങ്ങൾക്കൊരു എന്താ പറയാ, ഓക്കെ, ഇപ്പം നമ്മൾക്ക് ഇലക്ട്രിക് ബൈക്കിന്റെ കാലമാണ്. സോ എനിക്ക് ഡെയിലി ഒരു 150 കിലോമീറ്റർ വണ്ടി ഓടിക്കണം, 150 കിലോമീറ്റർ എനിക്ക് ഡെയിലി പോകണം. അപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു ഇലക്ട്രിക് എടുത്താൽ നന്നായിരുന്നു എന്നുണ്ട്. കാരണം എനിക്ക് ദിവസം 150 കിലോമീറ്റർ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം 500 രൂപ എടുത്ത് ഞാൻ പെട്രോൾ ചെലവാക്കണം, ബൈക്ക് കിട്ടോ. ഓക്കെ, ഒരു 500 രൂപ എടുത്ത് ഞാൻ പെട്രോൾ ചെലവാക്കണം. അപ്പൊ ഞാൻ ആലോചിച്ച സമയത്ത് എന്താ, എനിക്കൊരു ഇലക്ട്രിക് എടുക്കാം. ഞാനിങ്ങനെ ചെന്നിട്ട് ഇലക്ട്രിക് എടുക്കുന്ന സമയത്ത് ഞാൻ എന്തിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക? അതിന്റെ റേഞ്ചിനായിരിക്കും അല്ലേ, റേഞ്ചിനായിരിക്കും പ്രയോറിറ്റി എടുക്കുക. എന്റെ മുന്നിൽ പല വെഹിക്കിൾസ് ഉണ്ട്, 90 കിട്ടുന്ന റേഞ്ച് വെഹിക്കിൾസ് ഉണ്ട്, 50 റേഞ്ച് കിട്ടുന്ന വെഹിക്കിൾസ് ഉണ്ട്, ദെൻ 100, 140 റേഞ്ച് കിട്ടുന്ന വെഹിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്റെ പർപ്പസ് ഇതാണെന്ന് എനിക്കറിയാം. അപ്പൊ അതിനുതകുന്ന സാധനം നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ചോളണം. അതായത് മാർക്കറ്റിൽ നിന്ന് അതിനുതകുന്ന സാധനം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതാണോ എന്ന് മനസ്സിലാക്കി വേണം വാങ്ങാൻ. ഞാനാണെങ്കിൽ ആ 150 കിലോമീറ്ററിന്റെ ആ വെഹിക്കിൾ ഞാൻ പോയി ചൂസ് ചെയ്യും. ഓക്കെ അല്ലേ, അതിനെയാണ് എന്ത് ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയാം. ഓക്കെ, ദിസ് എ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് at the time of buying goods, the buyer must take reasonable examination of the goods as to satisfy himself regarding suitability of the goods for the performance. നമ്മളുടെ പെർഫോമൻസിന്, ഞങ്ങളുടെ പർപ്പസിന് ഉതകുന്നതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം സാധനം വാങ്ങാൻ. ഓക്കെ, അപ്പൊ അവിടെ എത്ര ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പോയിട്ട് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് കാര്യമില്ല, അത് നമ്മുടെ പർപ്പസിന് ഉതകുന്നതായിരിക്കണം എന്ന് പറയുന്നത്. He buys for and as to discover the defect. അതായത് എന്താണ്, വാങ്ങുന്ന വ്യക്തി എന്തായാലും എന്ത് വേണം, അതിന്റെ ഒരു ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, കണ്ടുപിടിച്ച് പറഞ്ഞത് മാറ്റി വാങ്ങാനുള്ള ഒരു ഇത്. ഓക്കെ, അതാണ് പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ എന്നുള്ളത്. ദെൻ ഈ ഡോക്ട്രൈൻ ഓഫ് കാവിയേറ്റ് എംപ്റ്ററിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്? എന്തൊക്കെയാണ് നമുക്കറിയാലോ, എപ്പോഴും നമ്മൾ കെയർ ചെയ്ത് വേണം സാധനം വാങ്ങാൻ. പക്ഷേ നമുക്ക് വണ്ടികളെ കുറിച്ച് കാര്യമായിട്ട് ഒന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈയിങ് പർപ്പസ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഷോറൂമിൽ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു വണ്ടി വേണം, ഇലക്ട്രിക് എടുത്താൽ കൊള്ളാണ്, പക്ഷെ എനിക്ക് ഡെയിലി എനിക്കൊരു 140 കിലോമീറ്റർ എനിക്ക് ഓടണം. ഓക്കെ, എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ടീവിനോട് പറയുന്നു. എക്സിക്യൂട്ടീവ് വന്നിട്ട് ഏതെങ്കിലും ഒരു വണ്ടി കാണിച്ചു തരുമോ? ഇല്ല. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോളജ് അനുസരിച്ച് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് സ്കിൽ അനുസരിച്ച് അദ്ദേഹം ഒരു വണ്ടി സജസ്റ്റ് ചെയ്യുന്നു. ആ വണ്ടി നമ്മൾ പോയി വാങ്ങുന്നു. ഓക്കെ, ആ വണ്ടി നമ്മൾ പോയി വാങ്ങുന്നു. പക്ഷേ ആ വണ്ടി എന്തില്ല, ആ വണ്ടിക്ക് ആ റേഞ്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഡോക്ട്രൈൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ട്രൈൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ അപ്ലിക്കബിൾ അല്ല. കാരണം എന്താ, നമ്മളുടെ ആവശ്യം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് അദ്ദേഹം ജഡ്ജ് ചെയ്ത് കണ്ടുപിടിച്ച് തന്നതാണ്. അങ്ങനെ അദ്ദേഹം ജഡ്ജ് ചെയ്ത് കണ്ടുപിടിച്ച് തന്നുകൊണ്ട് എന്താ, അവിടെ ഡോക്ട്രൈൻ ഓഫ് കാവിയേറ്റ് എംപ്റ്റർ നിങ്ങൾ വാങ്ങിയതാണ്, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എന്ന് പറയാൻ സാധിക്കില്ല. When the buyer expressly or impliedly make known to the seller the particular purpose for which he required the goods relies on the seller's skill or judgment, the good must be suitable for the buyer's purpose. In such a case, the doctrine of caveat emptor does not apply. Okay, അത് clear അല്ലേ? Then next one ആണ് sales under the patent or trade name. എന്താണ്, in the case of a specified article under the patent or both trade name or other trade name, there is an inbred condition that is good shall be reasonably fit for any particular purpose. അതായത് ഞാനൊരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് ആ ഒരു കമ്പനി, ഇപ്പം ഓക്കെ, ജസ്റ്റ് അസ്യൂം ദാറ്റ് ഐഫോൺ സെക്യൂരിറ്റി ആണ്, ഐഫോൺ ആണ്. ഓക്കെ, അപ്പം ഐഫോൺ വാങ്ങുന്നു, ഐഫോൺ ആപ്പിളിന്റെ ചിഹ്നം കണ്ടിട്ടാണ് അവർ പറയുന്നത് ഭയങ്കര സെക്യൂർഡ് ആണ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഒരാൾക്കും ഇതിൽ നുഴഞ്ഞു കയറാൻ സാധിക്കില്ല, ഇത് അത്രയും സെക്യൂർഡ് ആണ് എന്നൊക്കെ പറയുന്ന കൂട്ടരാണ്. അപ്പൊ ഇത് അത്രയും സെക്യൂരിറ്റി കണ്ടിട്ട് നമ്മൾ ആ സാധനം വാങ്ങുന്നു. സാധനം വാങ്ങി, പക്ഷെ എന്താണ്, ആ സാധനം നമ്മളുടെ സെക്യൂരിറ്റി പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്തില്ല. നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അവിടെ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അപ്ലിക്കബിൾ അല്ല. എന്ന് വെച്ച് ഫോൺ ഹാക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് അപ്ലിക്കബിൾ അല്ല. കാരണം എന്താ, ആപ്പിൾ എന്ന് പറയുന്നത് സെക്യൂരിറ്റി, ഓൾവേസ് സെക്യൂരിറ്റി. ഓക്കെ, അപ്പൊ അവരുടെ പ്രോഡക്റ്റിന് സെക്യൂരിറ്റി ഉണ്ട് എന്ന് വിശ്വസിച്ചു. ഓക്കെ, അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒന്നും നിങ്ങൾ നോക്കിയില്ല, നിങ്ങൾ എന്താ പോയി വാങ്ങിച്ചു, സെക്യൂരിറ്റി ആണ് എന്ന് പറഞ്ഞ് സാധനം വാങ്ങിച്ചു. അവിടെ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് അപ്ലിക്കബിൾ അല്ല. ദെൻ മർച്ചന്റബിൾ ക്വാളിറ്റി എന്താണ്,
if you buy a goods based on the description from the seller who is specialized in selling, their type of goods are an implied promise that the goods of the merchantable quality. അതായത് നിങ്ങളൊരു ഒരു കടക്കാരൻ കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരൻ എന്താണ് കൊല്ലങ്ങളായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്ന ഒരാളാണ്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറയാം, അരിക്കച്ചവടക്കാരൻ. ഓക്കെ, ഇദ്ദേഹം അരി മാത്രമേ കച്ചവടം ചെയ്യുന്നുള്ളൂ, എല്ലാ അരിനെ കുറിച്ച് ഇദ്ദേഹത്തിന് നല്ല നോളജ് ഉണ്ട്, എന്താണ് എല്ലാ അരികളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കേസാണ്. അപ്പൊ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിട്ട് സാധനം വാങ്ങുന്നു. ഓക്കെ, ഇത് നമ്മൾ പറയുന്നുണ്ട്, ഇത് എന്താണ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസോ അദ്ദേഹത്തിന്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ വാങ്ങാണ്. പക്ഷെ നിങ്ങൾ കൊണ്ടുപോയ സാധനം കേടാണ്, അരി കേടാണെന്ന് വിചാരിച്ചോ. ഓക്കെ, സാധനം കേടാണ്. അവിടെ എന്താ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ വാങ്ങുന്നതിനോട് നിങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അദ്ദേഹം വിൽക്കുന്ന സാധനം, അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ്, നാട്ടിൽ എങ്ങും കിട്ടാത്ത അത്രയും നല്ല ക്വാളിറ്റി അരിയാണ് ഞാൻ കൊടുക്കുന്നത് എന്നൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന സാധനം കേടാണെങ്കിൽ അവിടെ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാ പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് നല്ല അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല, നിങ്ങൾ വാങ്ങിയ സാധനമാണ്, നിങ്ങൾ ചെക്ക് ചെയ്യണം എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. Then usage of trade. Then an implied warranty or a condition as to quality or fitness for a particular purpose may be annexed by the usage of trade. എന്താണ്, ഒരു പെർട്ടിക്കുലർ പർപ്പസിന് ഉതകുന്നതാണ് എന്ന് പറഞ്ഞ് വിൽക്കപ്പെടുന്ന ഒരു സാധനം, അതിന് ആ പർപ്പസിന് ഉപയോഗം പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ എന്താ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയാൻ സാധിക്കില്ല. ദെൻ കൺസെന്റ് ബൈ ഫ്രോഡ്. നമ്മളെന്താണ്, ഫ്രോഡുലന്റ് ആക്ടിവിറ്റി വഴി, ഓക്കെ, ഫ്രോഡുലന്റ് ആക്ടിവിറ്റി വഴി നമ്മൾ ഒരാളുടെ സമ്മതം പിടിച്ചു വാങ്ങിയിട്ട് അദ്ദേഹത്തിന് സാധനം വിറ്റു. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് സാധനം വിറ്റു, അദ്ദേഹത്തിനെ പറ്റിച്ച് വിറ്റു. അങ്ങനെ സാധനം പറ്റിച്ച് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം കേടാണെന്ന് മനസ്സിലാക്കി തിരിച്ചുകൊണ്ട് കൊടുത്താൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫ്രോഡുലന്റ് ആക്ടിവിറ്റി വഴിയാണ് വിറ്റിട്ടുള്ളത്. സോ അവിടെയും ഇത് അപ്ലിക്കബിൾ ആണ്, ലെറ്റ് ദ ബയർ ബിവെയർ. അല്ലെങ്കിൽ എന്താണ്, കാവിയേറ്റ് എംപ്റ്റർ അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നത്. ദെൻ സെയിൽസ് ബൈ സാമ്പിൾ. എന്താണ് സെയിൽസ് ബൈ സാമ്പിൾ? ഞാനിപ്പോ ഒരു ബൂസ്റ്റിന്റെ പാക്ക് വാങ്ങി, ചെറിയ പാക്ക് കേട്ടോ, നമ്മളുടെ സാമ്പിൾ പാക്ക് പോലത്തെ പാക്ക് ആണല്ലോ. ആ പാക്ക് വാങ്ങി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു, ഇതിന്റെ വലിയ പാക്ക് വാങ്ങി. പക്ഷേ ഇത് അത്ര ക്വാളിറ്റി ഇല്ല. അവിടെ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയാൻ കാര്യമില്ല. കാരണം ആ സാമ്പിളിന്റെ ക്വാളിറ്റി വലുതിനും ഉണ്ടായിരിക്കണം. ഓക്കെ, സാമ്പിളിന്റെ ക്വാളിറ്റി വലുതിനും ഉണ്ടായിരിക്കണം. സോ ഇത്രയും കേസിലാണ് ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയാൻ സാധിക്കാതെ കാവിറ്റി എംപ്റ്റർ അപ്ലിക്കബിൾ ആവാത്തത് കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പൗനി. പൗനി എന്ന് പറയുന്നത് എന്താ, പ്ലെഡ്ജ് ഉണ്ടല്ലോ, പ്ലെഡ്ജിലെ വ്യക്തിയാണിത് പൗനി എന്ന് പറയുന്നത്. സോ പ്ലെഡ്ജ് എന്താണെന്ന് ആദ്യം അറിയണം. എന്താണ് പ്ലെഡ്ജ്? ഈസ് എ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഗ്രാൻഡഡ് ബൈ ദ ഡെപ്റ്റർ ടു ദ ക്രെഡിറ്റർ ഓവർ എ സ്പെസിഫിക് പ്രോപ്പർട്ടി ആസ് എ കൊളാട്രൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്. ഈ പോർഷനിൽ രണ്ടാമത് ക്വസ്റ്റ്യൻ ആട്ടോ, അപ്പം ഇമ്പോർട്ടന്റ് സാധനമാണ്. ഓക്കെ, ഫോർ എ ലോൺ ഓർ ഡെപ്റ്റ്. ദിസ് മീൻസ് ദാറ്റ് ഇഫ് ദ ഡെപ്റ്റർ ഫെയിൽസ് ടു റീപേ ദ ലോൺ, ദ ക്രെഡിറ്റർ ക്യാൻ ടേക്ക് പൊസഷൻ ഓഫ് ദി പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി ആൻഡ് സെൽ ഇറ്റ് ടു റിക്കവർ ദി ഡെപ്റ്റ്. എന്താണ് ഇപ്പൊ, എന്താണ്, നിങ്ങൾ ഒരു ഡെപ്റ്റ്, ഒരു കടമായിട്ട് സ്വർണം കടമായിട്ട് വെച്ചു, ഞാൻ പണയം വെച്ചു, പകരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി. ഈ ക്യാഷ് എനിക്ക് തിരിച്ചു നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ പണമായിട്ട് വെച്ച സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് പ്ലെഡ്ജ് എന്ന് പറയാം. ഓക്കെ, അതിനാണ് പ്ലെഡ്ജ് എന്ന് പറയാം. ദെൻ ഇനി പൗനി, അതായത് ക്രെഡിറ്ററുടെ അവകാശങ്ങളാണ്. പൗണറും പൗനിയാണല്ലേ ക്രെഡിറ്ററുടെ അവകാശം, അതായത് ഈ കടം തന്നിട്ടുള്ള ആ വ്യക്തിയുടെ അവകാശം. ദെൻ അതിൽ ഫസ്റ്റ് ആണ് പൊസഷൻ. The pawnee has the right to take possession of the pledged property. ഇവിടെ നിങ്ങളാണ് ആര്, പൗനി എന്ന് പറയുന്നത്. ഞാൻ പൗണർ, അതായത് പ്ലെഡ്ജ് സാധനത്തിന്റെ കാര്യം നോക്കി, ക്യാഷിന്റെ കേസ് നിങ്ങൾ നോക്കണ്ട. സാധനം ഞാനാണ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ളത്. സോ ഞാൻ പ്ലെഡ്ജർ, നിങ്ങൾ പ്ലെഡ്ജിയാണ് അല്ലേ. അതിനെ തന്നെയാണ് പൗനി എന്ന് പറയാം. പൗനിക്ക് എന്താണ് റൈറ്റ് ടു ടേക്ക് പൊസഷൻ ഓഫ് ദി പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി. ആ പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി അവകാശം വെക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അതായത് ആ സ്വർണ്ണമാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഹി ക്യാൻ ബി ഫിസിക്കൽ പൊസിഷൻ ഓർ കൺസ്ട്രക്റ്റീവ് പൊസിഷൻ. അത് ഫിസിക്കൽ പൊസിഷൻ ആവാം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് പൊസിഷൻ ആവാം. ഓക്കെ, ഇപ്പം എന്താണ്, ഒരു സ്ഥലമാണ് എങ്കിൽ
അവിടെ നിങ്ങൾ സ്ഥലം മൊത്തം ഞാൻ നിങ്ങൾക്ക് തരും, ഇങ്ങനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഞാൻ എന്താ ഹനുമാനോ മരുത്തോമലൊക്കെ എടുത്തുകൊണ്ട് വരാൻ അല്ല, മറിച്ച് അവിടെ എന്താണ്, അവിടെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ആധാരമായിരിക്കും വെക്കുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. where the പൗനി ഹാസ് എ കൺട്രോൾ ഓവർ ദ പ്രോപ്പർട്ടി വിത്തൗട്ട് ഫിസിക്കൽ ഹോൾഡിംഗ്. അവിടെ പൗനിക്ക് ഫിസിക്കൽ ഹോൾഡിംഗ് ഇല്ലാതെ, ആധാരത്തിന്റെ കേസ് ആട്ടോ, ഫിസിക്കൽ ഹോൾഡിംഗ് ഇല്ലാതെ അത് കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ദെൻ സെയിൽ, എന്താണ് സെയിൽ? ഇഫ് ദ ഡെപ്റ്റർ ഡിഫാൾട്ട് ദ ലോൺ, ഞാൻ ലോൺ അടയ്ക്കാൻ ഡിഫാൾട്ട് ആയി കഴിഞ്ഞാൽ the പൗനി ഹാസ് എ റൈറ്റ് ടു സെൽ ദ പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി ആൻഡ് പ്രൊസീഡ് ഫ്രം ദി സെയിൽ ഓഫ് and proceeds from the sale can be used to satisfy debt. എന്താണ്, ഞാൻ കടം അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണം എടുത്തിട്ട് സ്വർണം വിറ്റിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ കടം നീട്ടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ദെൻ ബാക്കി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്കും തരാം. ഓക്കെ, അതാണ് കണ്ടീഷൻ. ദെൻ ഇൻഷുറൻസ്. The pawni may require the debtor to maintain insurance on the pledged property to protect its value. ഓക്കെ, എന്താണ് ഇതിന്റെ, ഇപ്പം ഒരു മെഷീനറി ആണ് ഞാൻ ഇങ്ങനെ പണയം വെച്ചിട്ടുള്ളത്, ഇതിന്റെ വാല്യൂ കോഡ് ഇത് കേടാവരുത്. കേടായി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ് അല്ലേ, എന്റെ കയ്യിൽ നിന്ന് കേടായി കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, സോറി, നിങ്ങളുടെ കയ്യിൽ നിന്ന് കേടായ നിങ്ങൾക്ക് നഷ്ടമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുക്കണമെന്ന് ഡെപ്റ്ററോട് എന്നോട് ആവശ്യപ്പെടുന്ന അധികാരം നിങ്ങൾക്കുണ്ട്. ദെൻ ഇൻസ്പെക്ഷൻ. ഓക്കെ, ഇവിടെ എന്താണ്, the pawni may have the right to inspect the pledged property to ensure its condition. ഓക്കെ, ഞാൻ എന്താണ് ഇവിടെ മെഷീനറി ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, മെഷീനറി ആണ് പണയം വെച്ചിട്ടുള്ളത്. ഈ മെഷീനറി വന്ന് ഇടയ്ക്ക് വന്ന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിന് ഡാമേജ് ഒന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. സോ ഇത്രയുമാണ് ഇവിടെ പറയാനുള്ളത്. ദെൻ ഡ്യൂട്ടീസ് ഓഫ് പൗനി. പൗനിന്റെ ഡ്യൂട്ടീസ് ആണ് റീസണബിൾ കെയർ. പൗനി ഹാസ് എ ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദി പ്ലെഡ്ജ്ഡ് പ്രോപ്പർട്ടി. ദിസ് മീൻസ് ദേ മസ്റ്റ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദി ഡാമേജ് ഓർ ലോസ്. അതായത് പണയം വെച്ചുള്ള സാധനം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്തം നിങ്ങൾക്കാണല്ലേ, ഡ്യൂട്ടിയാണ് നിങ്ങളുടെ. ദെൻ റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി. ഞാൻ ഡെപ്റ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം റിട്ടേൺ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണല്ലേ, ആ സാധനം റിട്ടേൺ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണല്ലേ. ദെൻ ഗുഡ് ഫെയ്ത്ത് സെയിൽ. ഓക്കെ, ഗുഡ് ഫെയ്ത്ത് സെയിൽ എന്താണ്, നിങ്ങൾക്ക് ഇപ്പൊ സാധനം വിൽക്കാനുള്ള അധികാരം ഉണ്ടല്ലോ, സ്വർണമാണെങ്കിൽ ആ സ്വർണം വിൽക്കാനുള്ള അധികാരം ഉണ്ടല്ലോ, അത് വിൽക്കുക എന്ന് പറയുന്നത് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് വിലക്കായിരിക്കണം. മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് വിലക്കായിരിക്കണം. ഓക്കെ, അത് ഗുഡ് ഫെയ്ത്തോടെ നല്ല വിശ്വാസത്തോടെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ടൈപ്പ് ഓഫ് ലീൻ? പ്ലെഡ്ജിന്റെ കേസിലൊക്കെ കേട്ടോ ഈ ലീൻ വരുന്നത്. എന്താണ് ലീൻ? പിടിച്ചു വെക്കാനുള്ള അധികാരമാണ്. ഓക്കെ, അത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള അധികാരമാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തത്, ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ വാട്ട് ഈസ് ലീൻ എന്നുള്ളത്. അപ്പൊ വാട്ട് ഈസ് ലീൻ എന്താണ് നിങ്ങൾ എഴുതണം, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ലീൻ നിങ്ങൾ എഴുതണം. ഓക്കെ, സാധാരണ 2 ടൈപ്പിലുള്ള ലീനിലെ വേറെ കുറെ ടൈപ്പ് ഉണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ജനറൽ ലീനും സ്പെസിഫിക് ലീനും അല്ലെങ്കിൽ പർട്ടിക്കുലർ ലീൻ എന്ന് പറയുന്നു. ഓക്കെ, ലീൻ എന്ന് പറയുമ്പോൾ നോക്കാം, ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളൊരു ബാങ്ക് ആണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്തെടുത്തു, ഒരു 2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. പോരാതെ എന്റെ കയ്യിൽ ഒരു 10 പവൻ വെച്ചിട്ട് ഒരു 3 ലക്ഷം രൂപ കൂടി ലോൺ എടുത്തിട്ടുണ്ട്. മൊത്തം 5 ലക്ഷം ആയ കടം, എനിക്ക് മൊത്തം 5 ലക്ഷമായി കടം. ഓക്കെ, അങ്ങനെ ജനറൽ ലീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഈ ലീൻ എന്ന് പറയുന്നത്, പിടിച്ചു വെക്കാനുള്ള. അതായത് ഈ ബാധ്യത തന്നു തീർത്തിട്ടില്ലെങ്കിൽ തീർക്കുന്നത് വരെ ഈ സാധനം, ഈ ഗോൾഡ് ഉണ്ടല്ലോ, അത് പിടിച്ചു വെക്കാനുള്ള അധികാരമാണ് നിങ്ങൾക്കുള്ളത്. അതിനാണ് ലീൻ എന്ന് പറയാം. അപ്പൊ നോക്കുക, ജനറൽ ലീൻ. ജനറൽ ലീൻ എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ ഫസ്റ്റ് സ്പെസിഫിക് ലീൻ പറയാം. സ്പെസിഫിക് ലീൻ എന്താണ്, ഈ 3 ലക്ഷം എന്ന് പറഞ്ഞല്ലോ, ഈ ക്യാഷ് ഉണ്ടല്ലോ, നമ്മളുടെ ഗോൾഡ് വെച്ചിട്ടുള്ള ലോണ്, ഈ ലോണ് ഞാൻ എപ്പം വീട്ടിൽ കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ആ ഗോൾഡ് എനിക്ക് തിരിച്ചു തരണം. ഓക്കെ, അവിടെ ബാധ്യത ലീൻ ചെയ്തിട്ടുള്ള എന്തിന്റെ പേരിൽ മാത്രമാണ്, ഗോൾഡ് ലോണിന്റെ പേരിൽ മാത്രമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനാണ് സ്പെസിഫിക് ലീൻ എന്ന് പറയാം. ഇനി ജനറൽ ലീനിലേക്ക് പോവാം. ഈ ജനറൽ ലീൻ എന്ന് പറയുമ്പോൾ എന്താ, ബാക്കിയുള്ള എല്ലാ ഡെപ്റ്റിനെയും എൻറ്റയർലി റിലേറ്റഡ് ആണ്. ഓക്കെ, ജനറൽ ലീന് എൻറ്റയർലി റിലേറ്റഡ്. അങ്ങനെ എന്താ പറയാൻ കാരണം, ഞാനിപ്പം ആ ഗോൾഡ് എന്ത് ചെയ്തു, ഗോൾഡിന് പൈസ അടച്ചു, 3 ലക്ഷം അടച്ചു. ബാങ്ക് പറയണേ, നിങ്ങൾ ബാക്കിയുള്ള ഇവിടെ 2 ലക്ഷം രൂപയും കൂടി ബാധ്യത, അതും കൂടി അടച്ചിട്ട് ഈ സ്വർണം തരാൻ പറ്റുള്ളൂ. അതിനെയാണ് എന്ത്, ജനറൽ ലീൻ എന്ന് പറയാം. ഓക്കെ, അപ്പം സ്പെസിഫിക് ലീൻ എന്ന് പറയുമ്പോൾ ഗോൾഡിന്റെ ബാധ്യത ആണെങ്കിൽ ഗോൾഡിന് മാത്രമുള്ളതാണ്. ഗോൾഡിന്റെ പണം അടച്ചാൽ ഗോൾഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനാണ് എന്ത്, സ്പെസിഫിക് ലീൻ എന്ന് പറയാം. അതേസമയം മൊത്തം ബാധ്യത അടച്ചതിന് ശേഷം മാത്രമേ ഗോൾഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് എന്ത്, ജനറൽ ലീൻ എന്ന് പറയാം. ഓക്കെ,
ദെൻ ഇനി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൻ എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഓക്കെ, ഇത് രസമുള്ളൊരു സാധനമാണ്. എന്താണ് എക്സ്പ്രസ് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്? എക്സ്പ്രസ് കോൺട്രാക്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ബൈക്ക് തരാമെന്ന് പറഞ്ഞു 20,000 രൂപയ്ക്ക്. ഓക്കെ, ബൈക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു, ഞാനൊരു ഓഫർ ഇട്ടു. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് മാത്രം സ്പെസിഫിക് ഓഫർ ഇട്ടു. ഇജി ആയതുകൊണ്ട് എനിക്കൊരു 18,000 തന്നാൽ മതി, ആ ബൈക്ക് ഇജി കൊണ്ടുപോയിക്കോ. ഓക്കെ, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ, നമ്മൾ തമ്മിൽ എന്താണ്, ഒരു കോൺട്രാക്ട് ഉണ്ടായി, എഗ്രിമെന്റ് എഴുതിയ ഒരു കോൺട്രാക്ട് ഉണ്ടായി. ഇറ്റ്സ് എൻ എക്സ്പ്രസ്ഡ് കോൺട്രാക്ട്. ഞാനും നിങ്ങളും പരസ്പരം പറഞ്ഞ് രണ്ടുപേരും എക്സ്പ്രസ് ചെയ്തൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയതാണ്. ഇതിനാണ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയാം. അതേസമയം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ കോഴിക്കോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ബീച്ചിലേക്ക് പോകണം, എനിക്ക് ബസ്സില്ല, രാത്രിയാണ്. ഞാൻ ഓട്ടോക്കാരൻ കൈ കാണിക്കുന്നു. ഞാൻ വേറെ എന്തെങ്കിലും മൂപ്പരോട് നീ പറയണ്ടോ? ഇല്ല. ഓട്ടോക്കാരൻ വണ്ടി നിർത്തുന്നു, വണ്ടി ഇതാക്കുന്നു, എന്നിട്ട് ഞാൻ വണ്ടി കയറുന്നു, ഞാൻ ബീച്ച് എന്ന് പറയുന്നു, മൂപ്പര് മീറ്റർ തിരിക്കുന്നു, ഞാൻ ബീച്ചിലേക്ക് പോകുന്നു. അവിടെ ഇത്ര രൂപയാണെന്നോ ഇപ്പൊ തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ്? ആക്ഷൻസ് ആണ്, കുറച്ച് ആക്ഷൻസ് ആണ് എന്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത്. ഓക്കെ, ഞാൻ എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് മൂപ്പരോട് പറയണം 50 രൂപ. 50 രൂപയും തരാൻ പറ്റില്ല. 50 രൂപയും തരാൻ പറ്റില്ല. എന്താണ് അവിടെ അങ്ങനെ സാധ്യതയില്ല, അങ്ങനെ പറ്റില്ല. ഓക്കെ, 50 രൂപ പറയുകയാണെങ്കിൽ ആ 50 രൂപ, മീറ്റർ ചാർജ് ഉണ്ടെങ്കിൽ ആ മീറ്റർ ചാർജ് കൊടുക്കണം. ഓക്കെ, ഇവിടെ എന്താണ്, അദ്ദേഹത്തിന്റെ സർവീസിന് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഇംപ്ലൈഡ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ടിക്കറ്റ്, നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് കോഴിക്കോട് എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്തു. കോഴിക്കോട് എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്താൽ കോഴിക്കോട് എത്തിച്ചേരുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? ബസ് ഡ്രൈവറിന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ബസ്സിലെ ജീവനക്കാരുടെ ഉത്തരവാദിത്വമാണ്. വഴിയിൽ നിന്ന് ബസ് കേടായാൽ വേറെ ബസ്സിൽ അവർ കയറ്റിയിട്ടെങ്കിലും കോഴിക്കോട് എത്തിച്ചിട്ടുണ്ട്, അവരുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. എക്സ്പ്രസും ഇംപ്ലൈഡ് കോൺട്രാക്ട് നമ്മളുടെ അതൊന്ന് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ബോത്ത് എക്സ്പ്രസ്ഡ് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആർ ലീഗലി ബൈൻഡിങ് അഗ്രിമെന്റ്, ബട്ട് ദേ ഡിഫർ ഇൻ ഹൗ ദേ ടേംസ് ആർ ക്രിയേറ്റഡ്. അവരുടെ ടേംസ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള അടിസ്ഥാനത്തിലാണ് അത് ചേഞ്ച് വരുന്നത്. എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പ്ലിസിറ്റ് അഗ്രിമെന്റ് ആണ്. ദ ടേംസ് ഓഫ് ദി ടേംസ് ഓഫ് ആൻ എക്സ്പ്രസ് കോൺട്രാക്ട് ആർ ക്ലിയർലി സ്റ്റേറ്റഡ് എയ്തർ ഓർലി റിട്ടൺ. അതായത് നമ്മൾ ബൈക്ക് വിൽക്കുകയാണെങ്കിൽ അത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരിക്കും. Then direct communication ആയിരിക്കും. The parties directly communicate and their intention and the agreement എല്ലാം directly communicate ചെയ്തിട്ടുണ്ടായിരിക്കും. Then examples നോക്കുക. Written contract, verbal agreement to buy a car or shake hand deal. ഇതൊക്കെ എന്താണ്, നമ്മളുടെ എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. Then ഇനി ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്താണ്? ഇംപ്ലൈഡ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് ബൈ കോൺട്രാക്ട്. And implied contract is an inferred from the parties behavior or action. പാർട്ടീസിന്റെ ബിഹേവിയർ ആക്ഷന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ അതിനാണിത് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയാം. rather than being explicitly stated, നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയാതെ തന്നെ ഉണ്ടാകുന്നതാണ് ഇത് ഇംപ്ലൈഡ് കോൺട്രാക്ട്. circumstantial evidence. The existence of an implied contract is determined by the circumstance surround with the transaction. ആ സംഭവമായിട്ട് റിലേറ്റഡ് സർക്കംസ്റ്റൻസ് ബന്ധപ്പെട്ടാണ്, സറൗണ്ടിങ്സ് ബന്ധപ്പെട്ടാണ് എന്ത് ഇംപ്ലൈഡ് കോൺട്രാക്ട് വരുന്നത്. എക്സാമ്പിൾസ്: ഗോയിങ് ടു എ റെസ്റ്റോറന്റ്, ഓർഡറിംഗ് ഫുഡ് ആൻഡ് ഈറ്റിംഗ് ഇറ്റ്. ഇംപ്ലൈഡ്ലി എ കോൺട്രാക്ട് ടു പേ ദ മീൽ. ആ നമ്മൾ കഴിച്ച സാധനത്തിന് പേ ചെയ്യണം എന്നുള്ളൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഹയറിംഗ് പ്ലംബർ ടു ഫിക്സ് ലീക്ക് ഇംപ്ലൈസ് എ കോൺട്രാക്ട് ടു പേ ഫോർ ദി സർവീസ്. ഓക്കെ, അത് ഒരാളെ വിളിച്ച് ഈ പ്ലംബിംഗ് വർക്ക് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, അദ്ദേഹത്തിന് പണം കൊടുക്കുക എന്നുള്ള ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. ഓക്കെ, ആ സംഭവം മനസ്സിലാക്കി വെക്കുക. Then, how is a pledge different from hypothecation? Pledgeും hypothecation നമ്മുടെ ഡിഫറൻസ് എന്താണ്? ഇത് ഞാൻ ഇതിൽ പിന്നെ ഇൻക്ലൂഡ് ചെയ്യുക. എന്താണ് hypothecation എന്ന് പറയുന്നത്? സിമിലർ ആണ്. എന്താണ്, ഒരു സാധനം ലീൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് പ്ലെഡ്ജ് ചെയ്യുന്ന അറിയില്ലേ, അത് തന്നെയാണ് ഇത് സിമിലർ മീനിങ് ആണ് hypothecation വരുന്നത്. Both pledge and hypothecation are the type of securities interested granting by the debtor to the creditor as a collateral. collateral ആയിട്ട് വെക്കാനുള്ള സെയിം ആ സിമിലർ ക്ലോസിന് പറയുന്നത് hypothecation എന്ന് പറയുന്നത്. For a loan or debt, they serve as a guarantee that the debtor will repay the loan. എന്താണ്, ഒരു ഗ്യാരണ്ടിയാണ്, ഡെപ്റ്റർ ഈ ലോൺ റീപേ ചെയ്യും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് ഇവിടെ കൊടുക്കുന്നത്. If the debtor default the loan, the creditor can take possession of the pledge or hypothecation property and sell it to recover the debt. എന്താണ്, ഡെപ്റ്റർ കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യാം, ഈ സാധനം ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യാം, എടുത്ത് വിൽക്കാനുള്ള അധികാരമുണ്ട്. രണ്ട് കേസിലും ഇങ്ങനെ തന്നെ, ഹൈപ്പോത്തറ്റിക്കേഷനും നമ്മളുടെ പ്ലെഡ്ജിലും സിമിലർ ആണ്. എന്നാൽ ഇവർ നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ്? പൊസഷൻ. പ്ലെഡ്ജിന്റെ കേസിൽ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദ ക്രെഡിറ്റർ
pledge take physical possession of the pledged property. Pledged property physical possession. ഇപ്പം സ്വർണ്ണമാണെങ്കിൽ സ്വർണം ഫിസിക്കലായിട്ട്, ബൈക്ക് ആണെങ്കിൽ ബൈക്ക് ഫിസിക്കലായിട്ട് വാങ്ങി വെക്കാം. അതാണ് ഇത് പ്ലെഡ്ജിന്റെ ഒരു പ്രത്യേകത. എന്നാൽ ഹൈപ്പോത്തറ്റിക്കേഷൻ ആണെങ്കിലോ നോ പൊസിഷൻ. ദ ക്രെഡിറ്റർ ഹൈപ്പോത്തറ്റിക്കേറ്റ് does not take physical possession of the property. ക്രെഡിറ്റർ എന്താ, ആ പ്രോപ്പർട്ടിയുടെ ഫിസിക്കൽ പൊസിഷൻ ഏറ്റെടുക്കില്ല. ഓക്കെ, ഇപ്പം ഒരു വീട് പണയം വെക്കുകയാണെങ്കിൽ ആ വീടിന്റെ ആധാരം മാത്രമേ പണയമായിട്ട് വെക്കുന്നുള്ളൂ. ഓക്കെ, ആ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഇവര് പോയി താമസിക്കുന്നില്ല, ബാങ്കുകാർ പോയി താമസിക്കുന്നില്ല. ഓക്കെ, ഹൈപ്പോത്തറ്റിക്കേഷൻ അതാണ്. ദെൻ ഡയറക്റ്റ് കൺട്രോൾ. ദ pledge has direct control over the property. സ്വർണ്ണമാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ആ സ്വർണ്ണം എന്താ, ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ അധികാരം നിങ്ങൾക്കാണല്ലേ. ഓക്കെ, ക്രെഡിറ്ററായി നിങ്ങൾക്കാണല്ലേ. എന്നാൽ ഇൻഡയറക്റ്റ് കൺട്രോൾ ആണ് ഇവിടെ. ക്രെഡിറ്റർ ഹാസ് ഇൻഡയറക്റ്റ് കൺട്രോൾ ത്രൂ ലീഗൽ ഡോക്യുമെന്റ്സ്. ഇവിടുത്തെ ഡോക്യുമെന്റ്സിന് മുഖാന്തരം ലീഗലി ഉള്ള കൺട്രോൾ മാത്രമല്ല, അല്ലാതെ നേരിട്ട് പോയുള്ള കൺട്രോൾ ഇല്ല. ഓക്കെ, ദെൻ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കുക. പാൻ ബ്രോക്കർ ടേക്ക് പൊസഷൻ ഓഫ് ദി വാല്യുബിൾ ഐറ്റം ആസ് എ കൊളാട്രൽ ഫോർ ദി ലോൺ. ലോണിന് വേണ്ടി വെച്ചിട്ടുള്ള വാല്യുബിൾ ഐറ്റം അത്. ദെൻ എക്സാമ്പിൾസ് നമ്മുടെ ഹൈപ്പോത്തറ്റിക്കേഷൻ എക്സാമ്പിൾ ആണ് ഇത്. എ മോർഗേജ് ഓൺ ദി പ്രോപ്പർട്ടി വേർ ദ ലെൻഡർ ഹാസ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ബട്ട് നോട്ട് ഫിസിക്കൽ പൊസിഷൻ ഓഫ് ദി പ്രോപ്പർട്ടി. അതായത് ഒരു വീടൊക്കെ പണയം വെക്കുകയാണെങ്കിൽ, ഓക്കെ, അതിനാണ് എന്ത്, ഒരു പ്രോപ്പർട്ടി ഒക്കെ പണയം വെക്കുകയാണെങ്കിൽ അതാണ് എന്ത്, ഹൈപ്പോത്തറ്റിക്കേഷൻ എന്നുള്ളത്. സോ ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ബെയിൽമെന്റ്. ബെയിൽമെന്റ് ഞാൻ ഫൈനലി 2-3 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് വന്നത്. എന്താണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്? ബെയിൽമെന്റ് ഈസ് എ ലീഗൽ റിലേഷൻഷിപ്പ് where one person, bailor, deliver goods to another person, bailey കേട്ടോ, for a specific purpose, and the bail agrees to return the goods after the purpose fulfill the essential element of the bailment. ഓക്കെ, സോ എന്താ പറയുന്നത്, വാടകയ്ക്ക് കൊടുക്കുന്നില്ലേ, അതാണ് ബെയിൽമെന്റ്. അത്രേ ഉള്ളൂ, വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ഇത് ബെയിൽമെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്റെ കാറ് ഞാൻ വാടകയ്ക്ക് തരാം. ഓക്കെ, കാറ് വാടകയ്ക്ക് തരാം, നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി മാത്രം, കാറ് വാടകയ്ക്ക് തരാന്ന് പറയുന്നു. അപ്പൊ എന്താ, കാറ് നിങ്ങൾക്ക് വാടകയ്ക്ക് തരുന്നു. അപ്പൊ ഞാൻ ആരാ, ഞാൻ ബെയിലറാണ്, ഞാൻ നിങ്ങൾക്ക് തന്നെ. ഓക്കെ, ദെൻ അതർ പേഴ്സൺ, നിങ്ങൾ ആരാ, ബെയിലിയാണ്. ഓക്കെ, ദെൻ സ്പെസിഫിക് പർപ്പസ്, ഓഫീസിന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. ആൻഡ് ദ ബെയിലി അഗ്രീസ്, ആ ബെയിലി നിങ്ങൾ അത് അഗ്രി ചെയ്തു, അതിന് റിട്ടേൺ ആയിട്ട് എനിക്ക് എന്തെങ്കിലും തരും ചെയ്തു, വാടക തരും ചെയ്തു. ഓക്കെ, ഇനി ഇത് എത്ര മാസത്തേക്ക് മാത്രമാണ് കണ്ടീഷൻ? നിങ്ങളുടെ വണ്ടി വർക്ക്ഷോപ്പിലാണ്, ഒരു മാസം കഴിയാ വണ്ടി കിട്ടാൻ, ആ ഒരു മാസത്തേക്കാണ് ഇത് കണ്ടീഷൻ ഉള്ളത്. ആ ഒരു മാസം വരെ മാത്രമേ പറ്റുള്ളൂ. ആ മാസം കഴിഞ്ഞാൽ ആ സാധനം തിരിച്ചു തരണം. ഓക്കെ, അതാണ് ഇത് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെയുള്ള എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താ, ഡെലിവറി ഓഫ് ഗുഡ്സ് ഡെലിവറി ചെയ്തിരിക്കണം. ഡെലിവറി എന്താണ്, കൺസ്ട്രക്റ്റീവ് ആവാട്ടോ, സിംബോളിക്. അപ്പൊ ഒരു വീടൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാറ് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ, കാറ് ഇങ്ങനെ എടുത്ത് കൊടുക്കില്ലല്ലോ, താക്കോല് മാത്രമല്ലേ കൊടുക്കുക, അത്. ദെൻ സ്പെസിഫിക് പർപ്പസിനായിരിക്കണം, സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി മാത്രമായിരിക്കണം. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ്, പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് സാധനം റിട്ടേൺ ചെയ്തിരിക്കണം. ദെൻ ഓണർഷിപ്പ്, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഓണർഷിപ്പ് കൈമാറ്റം വരുന്നില്ല, പൊസിഷൻ മാത്രമേ കൈമാറ്റം വരുന്നുള്ളൂ. അല്ലേ, ഞാൻ നിങ്ങൾക്ക് എന്റെ കാറിന്റെ ഓണർഷിപ്പ് എഴുതിയോ? ഇല്ല, എന്റെ പൊസിഷൻ മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ അല്ലേ? സോ വൺസ് അഗൈൻ നമ്മുടെ ക്രാഷ് കോഴ്സ് ലൈവ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ചു തുടങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് വിത്തിൻ 13 days, നമ്മുടെ 17th നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യുക, പോർഷൻസ് കംപ്ലീറ്റ് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ലൈവിൽ കാണാം. അതുവരെ ബൈ.